പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധ അമ്മേ, പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവേ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നത പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ലെന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിധവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ,
സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നും നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ലൂക്ക 22:31. ശിമയോൻ 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 ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, ഗോതമ്പ് മണി പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരങ്ങളെ ശക്തിപ്പെടുത്തണം. അതായത് ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷം മുമ്പ് ആലപ്പുഴ റേഡിയോ സ്റ്റേഷൻ്റെ അടുത്ത് ഉള്ള പള്ളിയിലാണ് ഇരുന്നത്. എൻ്റെ പള്ളി ഇരുന്ന റേഡിയോ സ്റ്റേഷൻ കാണാം. അപ്പം അതിൻ്റെ രസം വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ടെലിഫോൺ എക്സ്ചേഞ്ച് പോലെയല്ലേ ഈ റേഡിയോ സ്റ്റേഷന് നല്ല 300 അടി ഉയരമാണ്, 350 അടി ഉയരമുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ സ്ഥലത്ത് വെച്ച് അത് വലിച്ച് കെട്ടി നിർത്തിയിരിക്കുകയാണ്, സ്റ്റേ സപ്പോർട്ട് ചെയ്തിരിക്കുക. അത് എന്തിനാണ്? ഈ റേഡിയോ സ്റ്റേഷൻ വീഴാതിരിക്കാനാ. ഉയരം കൂടുന്തോറും നമുക്ക് സപ്പോർട്ട് കൂടുതലേണ്ടി വരും എന്നുള്ളതാണ് റേഡിയോ സ്റ്റേഷൻ എന്നെ പഠിപ്പിച്ചൊരു പാഠം. ഉയരം കൂടുന്നില്ലെങ്കിൽ ഇപ്പം ടെലിഫോൺ എക്സ്ചേഞ്ചിനൊക്കെ പ്രത്യേകിച്ച് വലിച്ചു കെട്ടണ സ്റ്റേ വയറൊന്നും ഇല്ലല്ലോ, സ്റ്റേ കമ്പികളൊന്നും ഇല്ല. റേഡിയോ സ്റ്റേഷൻ നല്ല ഉയരമാണ്, അതുകൊണ്ട് എല്ലാ 4 പാടേക്കും അത് വലിച്ചു കെട്ടണമുണ്ട്. വിശ്വാസത്തിൽ എപ്പോഴും വ്യക്തി വളരുന്നതനുസരിച്ച് കർത്താവ് 2 സ്റ്റേ ആണ് പറയണത്. ഒന്ന്, ഞാൻ തന്നെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. പിന്നത്തെ സ്റ്റേ എന്താണ്? പിന്നത്തത്, നീ തിരിച്ചു വന്ന് സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ നിലനിർത്തുകയും ചെയ്യണം. അപ്പോൾ മറ്റുള്ളവരുടെ വിശ്വാസം കെട്ടുപോകാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതും നമ്മുടെ വിശ്വാസം നിലനിർത്താനുള്ള ഒരു ശ്രമമാണ്. കാര്യം നിങ്ങൾ പല ആൾക്കാരും, ഞാൻ എന്തുമാത്രം ആയിരക്കണക്കിന് പ്രാർത്ഥന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുകയും പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും പ്രാർത്ഥിക്കുന്നവരുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായത്, എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു കോമൺ അളവിൽ, ഒരു പൊതു അളവിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പോൾ പ്രാർത്ഥിക്കുന്നതിന് ഒരു മിനിമം വിശ്വാസം മതി. പക്ഷെ നടക്കുന്നതിന് മാക്സിമം വിശ്വാസം വേണം. ഞാൻ പറഞ്ഞ മനസ്സിലായി നിങ്ങൾക്ക്? പ്രാർത്ഥിക്കുന്നതിന് ആർക്കും വലിയ വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്നത് നടക്കണമെങ്കിൽ, ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കണത് എന്തിനാണ്? ചിലപ്പോൾ നടക്കാം, ചിലപ്പോൾ നടക്കാതിരിക്കാവുന്നതാണ്. ആൾക്കാർ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മനസ്സിരിപ്പതാണ്, പിന്നെ പ്രാർത്ഥിച്ചതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഇവർക്ക് തന്നെ ഇവിടെ പ്രാർത്ഥനയിൽ കോൺഫിഡൻസ് ഇല്ല. കർത്താവ് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചോദിക്കുന്ന മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു എന്ന് നിങ്ങൾ കരുതണം. അത് വേറെ വിശ്വാസമാണ്. മാർക്കോസ് 11:24. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും
ലഭിക്കുമെന്ന് വിശ്വസിക്കുവേൻ. നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇപ്പം ഇതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ നേരത്തെ എന്താ പറഞ്ഞത്, പ്രാർത്ഥിക്കുന്നതും അതിന് ഒരു മിനിമം വിശ്വാസം ഉണ്ടാകണം. പക്ഷെ പ്രാർത്ഥിക്കുന്നത് ലഭിക്കുമെന്ന് വിശ്വസിക്കാൻ മാക്സിമം വിശ്വാസം വേണം. പല ആൾക്കാരും കിട്ടിയാൽ കൂട്ടി പോയാൽ ചട്ടി എന്ന രീതിയിൽ പൊട്ടക്കിണൻ്റെ മാവിട്ടെറിഞ്ഞ് എറിയണ പോലെയാണ് പല പ്രാർത്ഥന. അത് വെച്ചാൽ അത് അവർക്ക് വിശ്വാസം, മിനിമം വിശ്വാസമുണ്ട്, ഒന്ന് ഫയർ ആക്കാനുള്ള വിശ്വാസമുണ്ട്, അത് പ്രാർത്ഥിക്കാനുള്ള വിശ്വാസമുണ്ട്. പക്ഷെ ലഭിക്കണമെന്ന് വിശ്വസിക്കാനുള്ള വിശ്വാസമില്ല. അത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതെങ്ങനെ നേടാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഇപ്പം ഈശോ പറഞ്ഞ പോലെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. നമ്മുടെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ നമ്മുടെ ആത്മബന്ധമുള്ള ആരെങ്കിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ടാമത്തേത് എന്താണ്, നമ്മൾ തന്നെ മറ്റുള്ളവരുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി അവരെ പിന്തുണച്ചുകൊണ്ടും അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും വിശ്വാസം വളർത്തണം. അങ്ങനെ വരുമ്പോഴാണ് ഈ വിശ്വാസം നമുക്ക് കിട്ടുന്നത്. എന്താണ്, പ്രാർത്ഥിക്കണം, ലഭിച്ചു എന്ന് വിശ്വസിക്കുക എന്നുള്ള വിശ്വാസം നമുക്ക് ലഭിക്കുന്നത്. വിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ നിൽക്കുവാനും ഈ അൾത്താരയിൽ നിൽക്കുവാനും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങൾക്കും ഇവിടെ നിന്നുകൊണ്ട് ഒരു സാക്ഷ്യം പറയുവാനായിട്ടും ഞങ്ങളെ ഇടയാക്കിയ ഈശോയ്ക്കും ഞങ്ങളുടെ അമ്മയ്ക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊള്ളട്ടെ. എൻ്റെ പേര് ശില്പ, ഇതെൻ്റെ ഹസ്ബൻഡ് രാജീവ്. ഞങ്ങൾ വരുന്നത് കോട്ടയം ജില്ലയിൽ സെൻറ്റ് മേരീസ് മുണ്ടക്കയം ഇടവകയിൽ നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2024 നവംബർ 1-ാം തീയതിയാണ്. അന്ന് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എൻ്റെ ഏറ്റവും ഭൗതികമായ കുറച്ച് ആവശ്യങ്ങൾ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ടാണ് വരുന്നത്. അതും എൻ്റെ അമ്മ അതിനു മുന്നേ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മയിലൂടെയാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നത്. അതിനു മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനൊരു മാതാവിൽ വിശ്വസിച്ചിരുന്ന ആളായിരുന്നില്ല. അതായത് ഞാൻ ഒരു മാതാവിൽ വിശ്വാസമില്ലാത്ത അല്ലെങ്കിൽ മാതാവിനോട് മധ്യസ്ഥം പ്രാർത്ഥിക്കാത്ത ഒരു സഭാ സമൂഹത്തിൽ നിന്നാണ് കല്യാണം കഴിച്ച് കാത്തോലിക്ക വിശ്വാസത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യമൊക്കെ മാതാവിനോട് മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ പറയുമ്പോഴൊക്കെ എനിക്കങ്ങനെ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഹസ്ബൻഡ് അപ്പം എന്നോട് കൊന്ത കഴുത്തിലിടണമെന്നും ജപമാല ചൊല്ലണമെന്നൊക്കെ പറയുമ്പോഴൊക്കെ ഞാനതൊന്നും അത്ര കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഞാൻ എന്താണ് മാതാവ്, അല്ലെങ്കിൽ മാതാവിലൂടെ നമ്മൾ മാധ്യസ്ഥം വഴി ഈശോയുടെ അടുത്തേക്ക് എങ്ങനെയാണ് ചെല്ലുന്നത് എന്നുള്ളത് പൂർണ്ണമായിട്ടുള്ള ഒരു ബോധ്യം ലഭിച്ചാണ് ഞാനിന്ന് ഈ അൾത്താരയിൽ നിൽക്കുന്നത്. അത് എൻ്റെ നേട്ടമല്ല, എനിക്ക് അമ്മ മാതാവ് ഞങ്ങളെ അതിലേക്ക് നയിച്ചതാണ്. ആദ്യം തന്നെ എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ ഹസ്ബൻഡിന് 7 വർഷത്തോളമായിട്ട് ഒരു അലർജി രോഗം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കല്യാണത്തിന് മുതലേ ഉണ്ടായിരുന്നായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, കുളി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ എല്ലാ ദിവസവും ഒരു 10-20 മിനിറ്റോളം ദേഹത്തൊക്കെ ചൊറിയും, നല്ലപോലെ ചൊറിയുകയും, പക്ഷേ ഒരു ചുമന്ന പാടുകളോ അല്ലെങ്കിൽ മറ്റു റാഷസോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. വളരെയധികം ചൊറിഞ്ഞിട്ട് കുറച്ച് സമയത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ തന്നെ വളരെ ദേഷ്യം വരുമായിരുന്നു. അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനൊരു അവസ്ഥയിൽ ഞാൻ എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിൽ ഞാനിത് നിയോഗമായിട്ട് വെച്ചു. ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നതിന് ശേഷം എല്ലാ ദിവസവും പിന്നീട് പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടി തൈലം ഉപയോഗിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഹസ്ബൻഡിൻ്റെ ശരീരത്തിൽ പുരട്ടുകയും കുളിക്കുന്ന വെള്ളത്തിൽ ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ മുന്നോട്ട് പോയി. പിന്നീട് ഞങ്ങളുടെ ചില ജീവിത പ്രശ്നങ്ങളിൽ ഞങ്ങൾക്ക് അത് മറന്നുപോയി ഞങ്ങൾ ഈ ഒരു കാര്യം. പിന്നെ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഹസ്ബൻഡിനോട് ചോദിച്ചു, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, അതിപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കുന്നത് ആ ഒരു കാര്യം പൂർണ്ണമായിട്ട് ശരീരത്തിൽ നിന്ന് മാറി എന്നുള്ളത്. അതായത് 7 വർഷത്തോളമായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു അലർജി രോഗത്തെയാണ് അമ്മ മാതാവ് ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റിക്കളഞ്ഞത്. ഞങ്ങൾ കുറേ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ട്, ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല.
അതിനുശേഷം ഞങ്ങൾ തന്നെ ഞങ്ങൾ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ ചെയ്ത് നോക്കി. മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ സോപ്പ് മാറ്റുകയും അങ്ങനെ ഒരുപാട് ചെയ്തു നോക്കി. പക്ഷേ അതിലൊന്നും ഒരു മാറ്റവും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ ഒരു പ്രശ്നം അതിനുശേഷം ഇന്നേ വരെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. അമ്മ മാതാവ് ഞങ്ങൾക്ക് ചെയ്തു തന്ന, ഈശോ വഴി ഞങ്ങൾക്ക് ചെയ്തു തന്ന ഒന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്ന ഇതാണ്. അടുത്ത സാക്ഷ്യം പറയാനായിട്ട് ഞാൻ ഭർത്താവിന് കൊടുക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വന്നെന്ന് ഈ സാക്ഷ്യം പറയുവാനായിട്ട് ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്ത് അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഇപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഈ അലർജി രോഗം മാറിയതിനെ തുടർന്നാണ് ഞാൻ ഉടമ്പടിയിലേക്ക് വരുന്നത്. ഞാൻ ആദ്യമേ വൈഫ് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഞാൻ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വന്ന് വെറുതെ മാറി നിന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യമേ വീട്ടിൽ ചെന്നപ്പോഴേ വൈഫിനോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, നീ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഉടമ്പടിയിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നീ ചെയ്യുക, ഇതൊന്നും എന്നെ നിർബന്ധിക്കരുത് എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്ന കാര്യം. അങ്ങനെ ആ സമയത്ത് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എനിക്ക് ആ ഒരു സൗഖ്യം കിട്ടിയതിനെ തുടർന്ന് ഞാനും ഉടമ്പടിയിലേക്ക് വന്നു. അപ്പോഴും ഉടമ്പടിയിലേക്ക് വന്നു ജസ്റ്റ് ഒരു ബിഗിനിങ് എന്നുള്ള രീതിയിൽ മാത്രമാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴും ഞങ്ങൾ ഭൗതികമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ചെറുപ്പത്തിൽ എനിക്ക് വളരെ നല്ല വിശ്വാസമുള്ള ആളായിരുന്നെങ്കിലും പിന്നീട് എൻ്റെ പഠിത്തവും വിദ്യാഭ്യാസവും ജോലിയൊക്കെ ആയതിനു ശേഷം ഞാൻ ആ വിശ്വാസത്തിൽ നിന്നൊക്കെ ഒരുപാട് മാറിപ്പോയിരുന്നു. എങ്കിലും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. അപ്പോഴാണ് ഈ സമയത്ത് ഞങ്ങളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും, ഞാനൊരു ഇൻസ്ട്രക്ഷണൽ ഡിസൈനറാണ്. അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനി കുറച്ച് ഒരു പ്രശ്നത്തിലേക്ക് പോകാൻ തുടങ്ങി. പ്രോജക്റ്റുകളൊക്കെ ഞങ്ങൾക്ക് വളരെയധികം കുറഞ്ഞു വരാൻ തുടങ്ങി. സാലറി പയ്യെ ഡിലേ ആകാൻ തുടങ്ങി. അപ്പോൾ ആദ്യമൊക്കെ വിചാരിച്ചു സാരമില്ല, 1 മാസത്തെ കാര്യം അല്ലെങ്കിൽ 2 മാസത്തെ കാര്യം, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ പ്രശ്നം ഇങ്ങനെ രൂക്ഷമായിട്ട് മുന്നോട്ട് വരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ തീരുമാനിച്ചു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, വേറൊരു ജോലിക്ക് വേണ്ടിയിട്ട് ഇനി ട്രൈ ചെയ്യാം. അപ്പം പുതിയൊരു ജോലിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഞാൻ 2012 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പോൾ 2012 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഇതുവരെ എൻ്റെ ഫൈനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്ത് വെച്ചിട്ടില്ല. എൻ്റെ കയ്യിലുള്ളത് പ്രൊവിഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന എൻ്റെ കമ്പനിയിലെല്ലാം ഞാൻ ഈ പ്രൊവിഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റാണ് കൊടുത്തിരുന്നത്. പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂവിന് കോൾസ് വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് പോരാ, എല്ലാവരും അതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞു, എല്ലാവരും ഇപ്പോൾ ഫൈനൽ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ ഫൈനൽ സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ശരി, കോളേജിൽ കോൺടാക്ട് ചെയ്തിട്ട് പ്രിൻസിപ്പാളിനോട് ചോദിക്കാം, ഞാൻ ഫൈനൽ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിക്കാം. ഞാനൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡിഗ്രി ചെയ്തിരിക്കുന്നത്, കേരളത്തിന് പുറത്താണ്. അപ്പോൾ ഞാൻ പ്രിൻസിപ്പാളിനെ വിളിച്ച് ചോദിച്ചപ്പോൾ പ്രിൻസിപ്പാൾ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ ആദ്യമേ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് അവരുടെ പോർട്ടലിൽ നിൻ്റെ എല്ലാ ഇൻഫർമേഷനും ഉണ്ട് എന്നുള്ളതിന് നീ എനിക്ക് അതിൻ്റെ ലിങ്ക് അയച്ചു തരുമോ, അല്ലാന്നുണ്ടെങ്കിൽ നീ അതിൽ കയറിയിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് മെയിൽ ചെയ്യുക, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് പ്രൊസീജിയേഴ്സ് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം പ്രിൻസിപ്പാൾ തന്നെ എന്നോട് പറഞ്ഞു, ഞാൻ നിൻ്റെ പോർട്ടലിൽ പോയിട്ട് നിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കി, പക്ഷേ നിൻ്റെ ഒരു ഡീറ്റെയിൽസും അവിടെ കാണുന്നില്ല എന്നാണ് പറഞ്ഞത്. അതായത് ആ പോർട്ടലിൽ ഞാൻ ഡിഗ്രി ചെയ്തതിൻ്റെ ഒരു ഇൻഫർമേഷനും ഇല്ല. അപ്പോൾ പ്രിൻസിപ്പാൾ എന്നോട് പറഞ്ഞു, ഈ സിറ്റുവേഷനിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എനിക്ക് തരാൻ പറ്റില്ല, ഇഷ്യൂ ചെയ്യാനോ അപ്ലൈ ചെയ്യാനോ പറ്റില്ല, നീ യൂണിവേഴ്സിറ്റിയെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ യൂണിവേഴ്സിറ്റിയെ കോൺടാക്ട് ചെയ്തു. യൂണിവേഴ്സിറ്റിയെ കോൺടാക്ട് ചെയ്ത സമയത്ത് അവരെന്നോട് ആദ്യം ചോദിച്ചതെന്ന് പറഞ്ഞാൽ, ഈ 13 വർഷം നീ എന്ത് ചെയ്യുമായിരുന്നു എന്നാണ് ചോദിച്ചത്. 13 വർഷമായിട്ട് നീ എന്തുകൊണ്ട് അപ്ലൈ ചെയ്തില്ല എന്ന് ചോദിച്ചു. എനിക്കതിനൊരു ഉത്തരവില്ലായിരുന്നു. കാരണം ആദ്യത്തെ ജോലിക്കൊക്കെ കയറിയ സമയത്തൊക്കെ ഞാൻ വളരെ ഇത്രയും ഡീറ്റെയിൽസ് ഒന്നും ശ്രദ്ധിക്കത്തില്ലായിരുന്നു. ആ ഒരു ഫ്ലോയിൽ മാത്രം പൊയ്ക്കൊണ്ടിരുന്ന ആളായിരുന്നു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീ ഒരു മെയിൽ അയക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവർക്കൊരു മെയിൽ അയച്ചു, എങ്ങനെ എൻ്റെ പോർട്ടലിൽ എൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ മിസ്സിംഗ് ആണ്, എനിക്ക് ഫൈനൽ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആ മെയിൽ അയച്ചതും അവരെനിക്ക് റിപ്ലൈ ചെയ്തു. ആ റിപ്ലൈ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്കിതിലൊന്നും ചെയ്യാനില്ല, നീ നിൻ്റെ കോളേജിൽ കോൺടാക്ട് ചെയ്യുക, പ്രിൻസിപ്പാളിനോട് പറയുക, അവരെന്തെങ്കിലും ചെയ്തു തരുവാണെന്നുണ്ടെങ്കിൽ ആ വഴിക്ക് പ്രൊസീഡ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. പ്രിൻസിപ്പാളിനോട് പറഞ്ഞപ്പോൾ പ്രിൻസിപ്പാളും പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാനില്ല, യൂണിവേഴ്സിറ്റി ആണ് ഇതിൽ തീരുമാനം എടുക്കേണ്ടത്, സർട്ടിഫിക്കറ്റ് തരേണ്ടതെന്ന് പറഞ്ഞു. ശരി, അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ നിയോഗം ഇതിൽ വെച്ചിട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നിയോഗം വെക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. കാരണം ഇങ്ങനൊരു പ്രശ്നമുള്ള കാര്യമേ അറിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡെയിലി ബ്രെഡിൻ്റെ സമയത്തും അല്ലാതെ ഞങ്ങളുടെ പേഴ്സണൽ പ്രയറിൻ്റെ സമയത്തും ഒക്കെ ഞങ്ങൾ അമ്മയോട് പറയുമായിരുന്നു. ഞങ്ങൾ പേഴ്സണൽ പ്രയറിൻ്റെ സമയത്ത് ഞങ്ങൾ അമ്മയോട് ഈശോയോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ആദ്യമൊക്കെ ഒരു ഫോർമാറ്റ് വെച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. പിന്നെ ആയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ അമ്മ മാതാവാണല്ലോ, ഈശോ ആണല്ലോ. അപ്പം നമ്മൾ സംസാരിച്ചാൽ മതി, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്ന് മനസ്സിലായി. അപ്പോഴത്തേക്കും ഞങ്ങൾ ഈ കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്കപ്പോൾ മനസ്സിൽ തോന്നുകയാണ്, നീ വെബ്സൈറ്റിൽ കയറിയിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. അപ്പോൾ ഞാൻ വെബ്സൈറ്റിൽ കയറി നോക്കിയപ്പോൾ 2 പോർട്ടൽ കാണുന്നുണ്ട്. അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് പോർട്ടലാണ്, മറ്റേത് എൻറോൾഡ് സ്റ്റുഡൻസ് പോർട്ടലാണ്. അപ്പോൾ ഞാൻ ഈ സ്റ്റുഡൻസ് പോർട്ടലിൽ കയറി നോക്കി, എൻ്റെ ഒരു ഇൻഫർമേഷൻ അവിടെ ഇല്ല, എനിക്ക് ലോഗിൻ ചെയ്യാനേ പറ്റുന്നില്ല, എൻ്റെ ക്രെഡൻഷ്യൽസ് ഒന്നും കറക്റ്റ് അല്ല, വാലിഡ് അല്ല. അപ്പോൾ ഞാൻ പോയിട്ട് എൻറോൾഡ് സ്റ്റുഡൻസ് പോർട്ടലിൽ കയറി നോക്കി. അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ എല്ലാ ഇൻഫർമേഷനും, ഞാൻ ഡിഗ്രി ചെയ്ത വർഷം, എൻ്റെ പേര്, എൻ്റെ ബയോഡേറ്റ, കംപ്ലീറ്റ് ഇൻഫർമേഷൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴത്തേക്കും എനിക്ക് തോന്നി, ഇനി ഞാൻ പ്രിൻസിപ്പാളിനെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം, പ്രിൻസിപ്പാളാണല്ലോ
പറഞ്ഞു അവിടെ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പ്രിൻസിപ്പാളിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, സാറിന് ചിലപ്പോൾ തെറ്റിപ്പോയതായിരിക്കും, സാർ ഈ സ്റ്റുഡൻസ് പോർട്ടൽ കയറി നോക്കിയോണ്ടായിരിക്കും കാണാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ സാർ എന്നോട് ചോദിച്ചു, ഞാനിത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളല്ലേ, ഞാൻ സ്റ്റുഡൻസ് പോർട്ടലല്ല കയറി നോക്കി, എൻറോൾ സ്റ്റുഡൻസ് പോർട്ടലിൽ നിൻ്റെ ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അമ്മ മാതാവ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആ സമയത്ത് പ്രവർത്തിച്ചതാണെന്ന് 100% ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു, ഞങ്ങളതിൽ വിശ്വസിക്കുന്നു. ആ ഒരു സ്ക്രീൻഷോട്ട് ഞങ്ങൾ അയച്ചു കൊടുക്കുകയും അതിൻ്റെ ഇൻഫർമേഷൻസ് അടങ്ങിയ ആ വെബ്സൈറ്റിൻ്റെ എൻ്റെ പോർട്ടലിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു കൊടുക്കുകയും ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യും, ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടുകയും ചെയ്തു. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. ഇനി രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ആ സമയത്തും ജോലിയൊന്നും കിട്ടിയില്ല, ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ഞങ്ങൾ ഉടമ്പടിയിൽ കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മനസ്സിലായി, ഈ നിയോഗങ്ങളെല്ലാം വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയുടെ അടുത്ത് എന്നിട്ട് ഞങ്ങൾക്ക് ഇത് തരണേ, അത് തരണേ, ഞങ്ങളുടെ ഈ കാര്യങ്ങൾ നടത്തി തരണേ, ആ രീതിയിൽ ഇങ്ങനെ പോയിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഈശോ നമ്മുടെ അപ്പനാണല്ലോ. അപ്പനോട് പറഞ്ഞാൽ അപ്പൻ നമ്മുടെ കാര്യങ്ങൾ അറിയാത്തൊന്നുമല്ലല്ലോ. ഞങ്ങളുടെ കാര്യങ്ങൾ പറയും, പക്ഷേ ഞങ്ങളുടെ നിയോഗങ്ങൾ വെച്ചിട്ട് അത് തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രീതി ഞങ്ങൾ മാറ്റി. അമ്മ മാതാവാണ് ഞങ്ങളെ കൈ പിടിച്ച് ഈ ഉടമ്പടിയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് ഈശോയുടെ പുറകെ അങ്ങോട്ട് പോയാൽ മതി, വേറെ ഇനി ഒന്നും ചിന്തിക്കേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഉടമ്പടിയിൽ കൂടുതൽ എങ്ങനെ ബെറ്റർ ആക്കാമെന്ന് ചിന്തിച്ച് ഞങ്ങൾ ഉടമ്പടിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് ഞങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി, ഞങ്ങൾ ഈ പള്ളിയിൽ കൊണ്ട് ആദ്യം പത്രം കൊടുക്കുന്നതൊക്കെ പള്ളിയിലായിരുന്നു പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ പള്ളിയിലാകുമ്പോൾ അവരെന്തായാലും വാങ്ങിക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ പള്ളിയിൽ ഇങ്ങനെ പത്രം കൊടുക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു, ഞങ്ങൾ ടൗണുകളിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. ആദ്യം ഞങ്ങളുടെ ടൗണിൽ തന്നെ കൊടുത്തു. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഈ കൊടുത്തെടുത്ത് തന്നെ പിന്നെയും കൊടുത്തുകൊണ്ടിരിക്കാതെ അടുത്തടുത്ത സ്ഥലങ്ങളിലേക്ക് പോകണം. അങ്ങനെ ഞങ്ങളുടെ അടുത്തടുത്ത ടൗണുകളിലേക്ക്, അടുത്തടുത്ത ജില്ലകളിലേക്കൊക്കെ പോയിട്ട് പത്രം കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇൻ്റർവ്യൂകൾ വരുന്നുണ്ട്, അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻ്റർവ്യൂകളെല്ലാം തന്നെ ഏകദേശം ഫൈനൽ റൗണ്ട് വരെയൊക്കെ വരും. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ ആദ്യം അറ്റൻഡ് ചെയ്ത സമയത്ത് ഞാൻ വിശ്വസിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ, എനിക്കൊരു 2 മാസത്തെ സമയം ആവശ്യമുള്ളൂ. ആ 2 മാസം കൊണ്ട് എനിക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട്, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്ത് ഒരു ജോലിക്ക് കയറാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ 1 ഇൻ്റർവ്യൂ ആയി, 2 ഇൻ്റർവ്യൂ ആയി, 3 ഇൻ്റർവ്യൂ ആയി. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ ക്വാളിഫിക്കേഷനൊന്നും ഇവിടെ വർക്കൗട്ട് ആവുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ പെർഫോമൻസ് ഒന്നും ഇവിടെ വർക്കൗട്ട് ആവുന്നില്ല. ഞാൻ എങ്ങനെയൊക്കെ പെർഫോം ചെയ്തിട്ടും അവസാനം വരുമ്പോൾ അവരെന്നെ സെലക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർ പറയും നിൻ്റെ എക്സ്പീരിയൻസ് ഞങ്ങളുടെ കമ്പനിയുടെ റിക്വയർമെൻറ്റ്സുമായിട്ട് അത്രയും മാച്ച് ചെയ്യുന്നില്ല, അതുകൊണ്ട് സോറി വേറെ അടുത്ത ഒരു തവണ നോക്കാം എന്നുള്ള രീതിയിൽ പറയാൻ തുടങ്ങി. പതിയെ ആ രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉടമ്പടി ജീവിതത്തിൽ ഞങ്ങൾ ശക്തി പ്രാപിച്ച് വന്നുകൊണ്ടിരുന്നതുകൊണ്ട് ഞങ്ങളുടെ പേടി, ആ ഭയമൊക്കെ അങ്ങ് മാറിപ്പോയി. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഉടമ്പടി ജീവിതത്തിൽ പോകുമ്പോഴത്തേക്ക് ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് ഈ ഉടമ്പടിയിൽ നമ്മൾ കൃത്യമായിട്ടെല്ലാം പാലിക്കുന്നുണ്ടോ, എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളെങ്ങനെ അസസ് ചെയ്യും? അപ്പോൾ അങ്ങനെ ഒരു സംശയം വന്നപ്പോൾ ഞങ്ങളൊരു കാര്യം ചെയ്തു, ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കാം. ആ ചെക്ക് ലിസ്റ്റിൽ ഞങ്ങളൊരു 12 ചെക്ക് പോയിൻറ്റ്സ് ഉണ്ടാക്കി. എന്നിട്ട് അതിൽ ഞങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്, ഒപ്പം ഞങ്ങൾ പേഴ്സണലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ പോയപ്പോഴത്തേക്കും ഞങ്ങൾ കോർപ്പറേറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കറിയാം, നമ്മുടെ പെർഫോമൻസ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പല ഗ്രാഫുകളും ചാർട്ടുകളും ഒക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, ഈ ചെക്ക് പോയിൻറ്റ്സ് നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും പക്ഷേ നമ്മുടെ പെർഫോമൻസ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഞങ്ങളൊരു കാര്യം ചെയ്തു, ഞങ്ങൾ ഈ പോയിൻറ്റ്സ് എല്ലാം കൂട്ടി ഓരോ ആഴ്ചയിലും ഞങ്ങളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ തുടങ്ങി. എക്സ് ആക്സിസിൽ ഞങ്ങൾ വീക്ക്, വൈ ആക്സിസിൽ ഞങ്ങളുടെ കിട്ടുന്ന പോയിൻറ്റ്സ് അങ്ങനെ ഇട്ടിട്ട് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് ഓരോ ആഴ്ചയിലും ഞങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ എങ്ങനെയാണ് നന്നായി പോകുന്നുണ്ടോ, ബെറ്ററായിട്ട് പോകുന്നുണ്ടോ, എവിടെയാണ് ഞങ്ങൾക്ക് വീഴ്ച വരുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അങ്ങനെ നോക്കി ഞങ്ങൾ മുമ്പോട്ട് പോകാൻ തുടങ്ങി. അപ്പോഴത്തേക്കും മുമ്പോട്ട് പോയി അതിൻ്റെ ഇടയ്ക്ക് ഇൻ്റർവ്യൂസൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ഇൻ്റർവ്യൂ വന്നിരുന്നു. ആ ഇൻ്റർവ്യൂവിന് ഞാൻ ആദ്യത്തെ 2 റൗണ്ട് അറ്റൻഡ് ചെയ്തതിന് ശേഷം ആ ഇൻ്റർവ്യൂ അവർ പിന്നീടൊന്നും പറഞ്ഞില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവർ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ബാംഗ്ലൂർ ലൊക്കേഷനിലേക്ക് ആണ് ഇൻ്റർവ്യൂ ആദ്യം എടുത്തത്, നീ സെലക്ട് ആയിട്ടുണ്ട്, പക്ഷേ നിനക്ക് ബാംഗ്ലൂർ ലൊക്കേഷൻ തരാൻ പറ്റില്ല, ഹൈദരാബാദ് ലൊക്കേഷനിൽ വേണമെങ്കിൽ നിന്നെ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ മുമ്പേ അതിൻ്റെ കരിയറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ബാംഗ്ലൂരാണ്. അപ്പോൾ എനിക്ക് അവിടെ തന്നെ പോയിട്ട് വർക്ക് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ എനിക്ക് പരിചയമുള്ള സ്ഥലമാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആദ്യം ബാംഗ്ലൂർ ലൊക്കേഷൻ എന്നല്ലേ പറഞ്ഞേ, ഇപ്പോൾ എന്തുകൊണ്ടാണ് ഹൈദരാബാദ് എന്ന് പറയുന്നത്, ഇപ്പോൾ എനിക്ക് ബാംഗ്ലൂർ തന്നെ തരാൻ പറ്റില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ശരി നോക്കട്ടെ എന്ന് പറഞ്ഞു, അവർ പോയി. അതിനുശേഷം അവർ പറഞ്ഞു, പിന്നെ തിരിച്ചു വന്നതിന് ശേഷം പറഞ്ഞു, ഓക്കെ ബാംഗ്ലൂർ ലൊക്കേഷനിലേക്ക് നിനക്ക് തരാം, പക്ഷേ നീ ഇപ്പോൾ ചെയ്ത എല്ലാ ഇൻ്റർവ്യൂവിൻ്റെ പ്രോസസ്സുകളും ഒന്നും കൂടി പിന്നെയും ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ 2 റൗണ്ട് ഉണ്ടായിരുന്നു. ആ 2 റൗണ്ട് ഞാൻ പിന്നെയും ചെയ്യുകയാണ് ചെയ്തത്. ആ 2 റൗണ്ട് ചെയ്യുമ്പോൾ തന്നെ അതിൽ 3 പാട്ടുള്ള ഒരു അസസ്മെൻ്റ് ആയിരുന്നു ആദ്യം എനിക്ക് തന്നിരുന്നത്. അപ്പോൾ ഈ 3 പാട്ടിൽ രണ്ടാമത്തെ പാട്ടെന്ന് പറയുന്നത് ഏകദേശം ഒരു 1 വീക്ക് എടുക്കും കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ 1 വീക്ക് എടുത്ത് കംപ്ലീറ്റ് ചെയ്യേണ്ട ആ പ്രോസസ്സ് ഞാൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതാണ്.
അപ്പോൾ ഞാൻ HR-നോട് ചോദിച്ചു, ഇതിനി ഞാൻ പിന്നെയും ഈ ഒരാഴ്ച എടുത്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ HR പറഞ്ഞു, സെയിം സബ്ജക്റ്റിലാണ് നിനക്ക് തന്നിരിക്കുന്നതെങ്കിൽ ചെയ്യേണ്ട, വേറെ സബ്ജക്റ്റിലാണ് നീ ചെയ്യണമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ഞാനപ്പോൾ പിന്നെയും അസസ്മെൻ്റ് എല്ലാം വായിച്ചു നോക്കി എനിക്ക് മനസ്സിലായി വേറെ ഒരു സബ്ജക്റ്റിലാണ് എനിക്കത് തന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ HR-നെ വിളിച്ചിട്ട് ചോദിക്കാമെന്ന് തീരുമാനിച്ചു. ഇത് വേറെ സബ്ജക്റ്റിലാണ്, പക്ഷേ ഞാൻ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണല്ലോ, അപ്പോൾ ഇത് ഞാൻ ചെയ്യണമെന്ന് ചോദിക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ വൈഫ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ വിളിച്ചു നോക്കി HR-നെ, അപ്പോൾ അവർ ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ വൈഫ് എൻ്റെ അടുത്ത് പറഞ്ഞു, വൈഫ് ഫോൺ കട്ട് ചെയ്തതല്ലേ, അപ്പോൾ അമ്മ മാതാവ് നമുക്ക് വേണ്ടി തരാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ള ഇൻ്റർവ്യൂ ആണ് ഇതെന്നുണ്ടെങ്കിൽ ആ B പാട്ടെന്ന് പറയുന്ന പാട്ട്, അസസ്മെൻറ്റിൽ ഒരു പാർട്ട് കംപ്ലീറ്റ് ചെയ്യണ്ട, ഉള്ള 2 പാർട്ടുകൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കൊടുക്കുക, അവർ നമ്മളെ അതില്ലാതെ തന്നെ അടുത്ത റൗണ്ടിലേക്ക് പ്രൊസീഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ തന്നെ അയച്ചു കൊടുത്തു. ഞങ്ങൾ പ്രാർത്ഥിച്ച് അങ്ങനെ തന്നെ അയച്ചു കൊടുത്തു. അതിനുശേഷം അവർ ആ B പാർട്ട് ചെയ്യാതെ തന്നെ എന്നെ ആ ഫസ്റ്റ് 2 പാർട്ടുകൾ ABC എന്നുള്ളതിൽ Aയും Dയും Cയും പാർട്ടുകൾ മാത്രം കംപ്ലീറ്റ് ചെയ്ത് ഇൻ്റർവ്യൂവിലേക്ക് സെലക്ട് ചെയ്തു. അങ്ങനെ ഞങ്ങളൊരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും, ഉടമ്പടി പ്രാർത്ഥന ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ മെഴുകുതിരിയിൽ പെട്ടെന്നിങ്ങനെ ആ ലിക്വിഡ് അനങ്ങുന്ന പോലെ തോന്നി. ആ ലിക്വിഡ് അനങ്ങുന്ന പോലെ തോന്നിയിട്ട് ഞങ്ങൾ ആ ലിക്വിഡിലേക്ക് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, എന്തോ സംഭവിക്കുന്നുണ്ടല്ലോ എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. പക്ഷേ കാര്യമാക്കിയില്ല. അപ്പോഴത്തേക്കും അതിൽ പതിയെ ഒരു നമ്പർ തെളിഞ്ഞു വന്നു. ഞാനത് കാണിക്കാം. 24 എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് നവംബർ 29-ാം തീയതിയാണ് ഈ ഡേറ്റ് കിട്ടുന്നത്. ഈ നമ്പർ കിട്ടുന്നത് നവംബർ 29-ാം തീയതിയാണ്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ പറഞ്ഞു, നമ്മൾ വെച്ചിരിക്കുന്ന ഏത് നിയോഗത്തിലാണ്, ഇനി ജോലിയുടെ കാര്യമാണോ അതോ മറ്റേതെങ്കിലും നിയോഗത്തിലാണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഒരു കാര്യം ചെയ്യാം, നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത് നിർത്തിയതാണല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കാം. നമുക്ക് അമ്മയുടെ കൂടെ ഈശോയുടെ കൂടെ മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കാം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ കുറച്ച് നാളങ്ങനെ തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. നവംബർ 29-ാം തീയതിയാണ്. അപ്പോഴും ഈ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം ഞങ്ങൾ ചിന്തിക്കുമ്പോഴും ഞങ്ങൾ വിചാരിക്കുന്നത് നവംബർ 29, ഇപ്പം ഇതിൻ്റെ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞു, ഓഫർ കിട്ടാനാണെങ്കിൽ ഇപ്പോൾ കിട്ടണം, അല്ലാന്നുണ്ടെങ്കിൽ ഇനി 24 എന്നൊരു ഡേറ്റാണ് നമ്മൾ കാണിച്ചു തരുന്നതെങ്കിൽ 24 ദിവസമുണ്ട്. 24 ദിവസം കഴിഞ്ഞെന്നാൽ എന്തായാലും ഓഫർ വരാനുള്ള സാധ്യതയില്ല. കാരണം പ്രോസസ്സ് ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓഫർ ലെറ്റർ വരുന്നതാണ് നമ്മൾ സെലക്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ശരി, അത് വിട്ടേക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഉടമ്പടി ജീവിതത്തിലും ഞങ്ങളെ കഴിയുന്ന ഏറ്റവും നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഡിസംബർ 23-ാം തീയതി ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് അവിടെ നിന്നൊരു കൺഫർമേഷൻ മെയിൽ വന്നു. ഞാൻ അറ്റൻഡ് ചെയ്ത കമ്പനിയിൽ നിന്നൊരു കൺഫർമേഷൻ മെയിൽ വന്നു. ആ കൺഫർമേഷൻ മെയിൽ, നിങ്ങളുടെ ഓഫർ ലെറ്റർ ഞങ്ങൾ ഉടനെ തന്നെ വിത്തിൻ ഫ്യൂ ഡേയ്സിൽ റിലീസ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ആ മെയിൽ വന്നത്. അപ്പോൾ ഞങ്ങൾ കൂട്ടി നോക്കുമ്പോഴത്തേക്കും ഞങ്ങൾ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിയിൽ ആ നമ്പർ ഒന്ന് വെച്ച് ഞങ്ങൾ നോക്കി. ആ അമ്മ കാണിച്ചു തന്ന 24 എന്നുള്ള നമ്പറിൽ ആ 29-ാമത്തെ ഡേറ്റ് മുതൽ 24-ാമത്തെ ദിവസമാണ് ഞങ്ങൾക്ക് ആ കൺഫർമേഷൻ മെയിൽ വന്നിരിക്കുന്നത്. ശരി, അതായിരിക്കും ഞങ്ങളുടെ സാക്ഷ്യം, അല്ലെങ്കിൽ അതാണ് കിട്ടിയതെന്ന് ഞങ്ങൾ വിചാരിച്ചു. അപ്പോൾ അതിനുശേഷം എന്ന് പറയുന്നത് ഡിസംബർ 24-ാം തീയതിയാണ്. അപ്പോൾ ഇനി ഡിസംബർ 24-ാം തീയതി എന്തെങ്കിലും സംഭവിക്കുമോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ അടുത്ത ദിവസത്തേക്ക് കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ കയ്യിൽ കുറച്ച് പത്രം കൂടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതെല്ലാം ഞങ്ങൾ വിട്ടു. അന്ന് ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് പള്ളിയിൽ പോകാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ അടുത്തുള്ള ടൗണിലേക്ക് പോകണം, ഇതുവരെ ഞങ്ങളുടെ കയ്യിലുള്ള ബാക്കിയുള്ള പത്രങ്ങളെല്ലാം കൊടുത്തു തീർക്കണം എന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ ബാക്കിയുള്ള പത്രങ്ങളെല്ലാം ഞങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി ഓരോ ആൾക്കാരോടും സംസാരിച്ച് സമയം എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും കുറവ് പത്രം കൊടുക്കാൻ പറ്റുള്ളെങ്കിലും അന്ന് അവിടെ കൊണ്ട് നിർത്തി അടുത്ത ദിവസം പിന്നെയും പോയി ബാക്കി കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അന്നത്തെ ദിവസം ഞങ്ങൾ പത്രങ്ങളെല്ലാം കൊടുത്തു തീർത്ത് തിരിച്ചു വന്നു. അന്ന് 6 മണിയായി, ഒന്നും സംഭവിക്കുന്നില്ല. 9 to 6 ആണ് വർക്കിംഗ് അവേഴ്സ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒന്നും സംഭവിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ശരി, പള്ളിയിൽ പോകാം, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞു ഒരുങ്ങി. 7 മണിയായപ്പോഴത്തേക്കും എനിക്കൊരു മെയിൽ വന്നു. ഞാൻ ജസ്റ്റ് മെയിൽ എടുത്ത് നോക്കിയപ്പോൾ അതെൻ്റെ ഓഫർ ലെറ്റർ ആയിരുന്നു. ആ തിരിയിൽ ഞങ്ങൾ കണ്ട 24 എന്ന് പറയുന്ന നമ്പർ, 24-ാമത്തെ തീയതി, ഡിസംബർ 24-ാം തീയതി ഓഫർ നൽകി പരിശുദ്ധമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അതായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം ഉണ്ടായിരുന്ന ഒരു ക്രിസ്മസ്. കാരണം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞങ്ങൾ സാലറി ഒന്നും കിട്ടാതെ, ഞങ്ങൾക്ക് കുറേ സാലറികൾ ഡിലേ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. വല്ലപ്പോഴും ഒരു സാലറി കിട്ടും എന്നല്ലാതെ കൃത്യമായി സാലറി വരുന്നില്ല. വളരെ കഷ്ടപ്പാടിലായിരുന്നു. എത്ര ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്താലും ക്ലിയർ ആവുന്നില്ലാത്തൊരവസ്ഥയിലായിരുന്നു. പക്ഷെ അപ്പോഴും ഉടമ്പടി ജീവിതത്തിലായിരുന്നെങ്കിലും ഉടമ്പടി ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി ഞങ്ങളതിൽ മുമ്പോട്ട് പോകാൻ ശ്രമിച്ചിരുന്നില്ല. പക്ഷേ ഉടമ്പടി ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ ശ്രമിച്ചപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പരിശുദ്ധമ്മ മാതാവ് ഈശോയുടെ അടുത്തുനിന്ന് വാങ്ങി തന്ന അനുഗ്രഹങ്ങളാണിത്. ഇതാണ് ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ. ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ എല്ലാ മാസവും വന്ന് കൃത്യമായിട്ട് കൃപാസനം പത്രം വാങ്ങിക്കൊണ്ട് ഞങ്ങളാൽ കഴിയുന്ന എല്ലാ സ്ഥലങ്ങളിലും, ഞങ്ങൾ അടുത്തുള്ള ടൗണുകളിൽ, വേറെ പുതിയ ടൗണുകളിൽ, അടുത്തുള്ള ജില്ലകളിൽ എല്ലാം പോയി, അതിപ്പോൾ മഴയാണെങ്കിലും വെയിലാണെങ്കിലും എന്താണെങ്കിലും ഞങ്ങളത് കാര്യമാക്കാറില്ല. അങ്ങനെ പോയി പത്രം കൊടുക്കുമായിരുന്നു. പത്രം കൊടുക്കുന്ന ഓരോരുത്തരോടും ഞങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊടുക്കും. ചിലർ അവരുടെ വിഷമങ്ങളൊക്കെ നമ്മളോട് സംസാരിക്കും. അവരുടെ വിഷമങ്ങളൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഉടമ്പടിയെക്കുറിച്ചും പരിശുദ്ധമ്മ മാതാവിനെക്കുറിച്ചും ഈശോയെക്കുറിച്ചും ഒക്കെ അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ഞങ്ങൾ പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ ഞങ്ങളുടെ കാരുണ്യപ്രവർത്തികളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്തുള്ള ആരുമില്ലാത്ത വൃദ്ധരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലം, സ്നേഹാലയങ്ങൾ,
അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് അവരുടെ അടുത്ത് സംസാരിക്കുകയും അവരോടുകൂടെ സമയം സ്പെൻഡ് ചെയ്യുകയും അവർക്ക് ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ ആഹാരം കഴിക്കാനില്ലാതെ തെരുവുകളിലൊക്കെ ഇരിക്കുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് അവരോട് വളരെ സ്നേഹത്തോടുകൂടി സംസാരിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കുകയും ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിലെല്ലാത്തിനും ഉപരിയായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഉടമ്പടി ജീവിതത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഈ അനുഗ്രഹങ്ങളെയല്ല ഞങ്ങളിപ്പോൾ വാല്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഉടമ്പടി ജീവിതത്തിൽ നിന്ന് കിട്ടിയ നിധി എന്ന് പറയുന്നത് ഈശോയെ തന്നെയാണ്, പരിശുദ്ധമ്മ മാതാവിനെ തന്നെയാണ്. അപ്പോൾ ഇനിയുള്ള ഞങ്ങളുടെ അങ്ങോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് ഈ ഉടമ്പടി ജീവിതത്തിൽ ഈശോയുടെ പുറകെ തന്നെ പോകും എന്നാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നതും തീരുമാനം എടുത്തിരിക്കുന്നതും. ഈ അൾത്താരയിൽ വന്ന് ഇനിയും സാക്ഷ്യം പറയാൻ ഞങ്ങൾ തീർച്ചയായിട്ടും വരും എന്നുള്ള ഉറപ്പോടുകൂടി തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. ഇതാണ് ഞങ്ങളുടെ സാക്ഷ്യം. ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-ാം വചനമാണ്. ദൈവത്തിൻ്റെ കരുണ ഒരിക്കലും തീർന്നു പോകുന്നതല്ല. ഓരോ ദിവസവും അവ പുതുതായി നമ്മെ തേടി വരുന്നു. ഇന്നലെ എത്ര വേദനാജനകമായിരുന്നാലും, ഇന്നലെ എത്ര നഷ്ടങ്ങൾ ഉണ്ടായാലും, ഇന്നത്തെ പ്രഭാതത്തിൽ ദൈവം പുതിയ കൃപയുമായി നമ്മളെ കാണാൻ വരുന്നു. ദൈവസ്നേഹം ഒരിക്കലും ക്ഷീണിക്കുന്നില്ല, പഴകുന്നില്ല. ഇത് തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നാം കാണുന്നത്. അമ്മയുടെ ജീവിതത്തിലും ഓരോ പ്രഭാതവും ദൈവത്തോടുള്ള വിശ്വസ്തത അനുഭവിച്ച അമ്മയാണ് പരിശുദ്ധ അമ്മ. ബെത്ലഹേമിലെ ദാരിദ്ര്യത്തിന് ശേഷം രാവിലെ ഒരു പുതിയ പ്രഭാതമുണ്ട്. ഈജിപ്തിലേക്ക് ഭയത്തിലുള്ള രാത്രികൾക്ക് ശേഷം ദൈവത്തിൻ്റെ സംരക്ഷണമുള്ള ഒരു രാവിലെയാണ്. കുരിശിൻ്റെ കടുത്ത വെള്ളിയാഴ്ചയ്ക്ക് ശേഷം പുനരുത്ഥാനത്തിൻ്റെ ഒരു പ്രഭാതമാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നാം കാണുന്നത്. പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ കൃപ വീണ്ടും സംസാരിക്കുമെന്നാണ് നാം കേട്ട വചനം. ഇത് തന്നെയാണ് ശില്പ ജോസഫ് എന്ന മകളുടെയും മകൻ്റെയും ജീവിതത്തിൽ ഉള്ള സാക്ഷ്യം നമ്മൾ കേട്ടത്. ഈശോയും പരിശുദ്ധ അമ്മയും ചേർന്ന് നിന്ന് ഈ മക്കളുടെ ജീവിതത്തിലെ ഓരോ ദിവസവും ഓരോ പ്രഭാതത്തിലും പുതിയ അനുഗ്രഹങ്ങളുമായി ഈശോയുടെയും അമ്മയുടെയും കരുണയുമായി ഇവർ ഉയർത്തു വരുന്നതാണ്, ജീവിതത്തിൽ മുന്നേറുന്നതാണ്. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോഴാണ് 7 വർഷത്തോളം ഉണ്ടായിരുന്ന അലർജിയാണ് ഈശോയും അമ്മയും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിലൂടെ ഈ മകന് രോഗസൗഖ്യം കൊടുത്തത്. പിന്നീടുണ്ടായിരുന്ന ഓരോ കാര്യങ്ങളും, ജോലിയിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിശുദ്ധ അമ്മ നേരിട്ട് ഇടപെട്ട് ചെയ്യുന്നത് പോലെയാണ് ഈ മകൻ്റെ ഡിഗ്രി ഫൈനൽ സർട്ടിഫിക്കറ്റിന് പോയ പോർട്ടൽ കണ്ടെത്താനും. അതെല്ലാം അമ്മയുടെയും ഈശോയുടെയും ഒരു വലിയ സാന്നിധ്യം, ഒരു വലിയ ഇടപെടലാണ് ഈ മക്കൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയത്. ഈശോയും അമ്മയോടും ചേർന്ന് നിൽക്കുന്ന മക്കൾക്ക്, ഉടമ്പടി മക്കൾക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവത്തിൻ്റെ സ്നേഹം അവർ അനുഭവിച്ചറിയുകയാണ്. ഈ മക്കൾ പറഞ്ഞതുപോലെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് ഈ മക്കൾ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയത്. അച്ഛൻ എപ്പോഴും പറയും, ഈശോ നമ്മെ സ്നേഹിക്കുന്നുണ്ട്, നമ്മൾ എന്താണ് വിശേഷവിധിയായിട്ട് ചെയ്യുന്നതെന്ന്. ഒരു വിശേഷവിധി എന്ന പോലെ ആയിരിക്കാം ഈ മക്കളും ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി, ഒരു ഗ്രാഫ് ഉണ്ടാക്കി, എങ്ങനെയാണ് ഉടമ്പടി ജീവിതത്തിൽ മുന്നേറുന്നത്, എന്തെങ്കിലും പിഴകൾ സംഭവിച്ചോ, കുറവുകളുണ്ടോ എങ്കിൽ എങ്ങനെയാണ് അത് നികത്തേണ്ടത്. അങ്ങനെ ഓരോ പ്രാവശ്യവും ഈ മക്കൾ ഉടമ്പടി ജീവിതത്തിലേക്ക് മുന്നേറുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടത്. പിന്നീടാണ് ഈ മക്കൾക്ക് തന്നെ ഓരോ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന രാവിലെ നീലത്തിരിയും വൈകിട്ട് പച്ചത്തിരിയുമാണ്. ആ പച്ചത്തിരിയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വലിയൊരു മാർക്കാണ് ഗോൾഡൻ ലെറ്റേഴ്സിൽ 24 എന്ന നമ്പർ. അത് പരിശുദ്ധ അമ്മ ഈശോയും കാണിച്ചു കൊടുത്ത ഒരു നമ്പറാണ്. ആ നമ്പറിൽ കൂടെ നമ്മൾ പറഞ്ഞതുപോലെ ഈശോയുടെ ബെത്ലഹേമിലെ ജനനം ഇടയന്മാർക്ക് നക്ഷത്രത്തെ കാണിച്ച പോലെയാണ് ഈ മക്കളുടെ ജീവിതത്തിൽ ഡിസംബർ 24 എന്ന് കാണിച്ചു കൊടുത്തത്. ഈ മക്കൾ വെയിറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് ഡിസംബർ 24-ാം തീയതി തന്നെ ഈ മകന് ഓഫർ ലെറ്റർ കിട്ടുന്നതും. ഇതാണ് ഈശോയും അമ്മയിലും വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിതത്തിലുള്ള, ഉടമ്പടി ജീവിതത്തിലുള്ള മക്കൾക്ക് ലഭിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം. ഓരോ ദിവസവും കർത്താവിൻ്റെ ദയ പുതുക്കപ്പെടുന്നതാണ്. ജീവിതത്തിൽ നമുക്ക് പ്രത്യാശ നൽകുന്നതാണ്. നഷ്ടപ്പെടാതെ ദൈവത്തിൻ്റെ കരുണയിലും വിശ്വസ്തതയിലും ആശ്രയിച്ച് നമുക്കും ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ഓരോ ദിവസവും ദൈവം പുതിയ അവസരം, പുതിയ വഴിയും ഒരുക്കി തരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ജീവിതം എത്ര ഇരുണ്ട ഘട്ടത്തിലൂടെ കടന്നു പോയാലും ഓരോ പുലരിയും പ്രത്യാശയുടെ പുതിയ തുടക്കമാണെന്ന് നമുക്ക് വിശ്വസിക്കാം.
ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ ആശ്രയിച്ചുകൊണ്ട് ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ ആത്മാർത്ഥതയോടെ നമുക്ക് നയിക്കാം. ശില്പ ജോസഫിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ ആദ്യം തന്നെ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് സാലി. ഞാൻ കുമരകത്ത് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചിൽ നിന്ന് വരുന്നു. ഞാൻ 2019 മെയ് 8 ഇവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത്. എനിക്കൊരു പത്രം കിട്ടിയത് വഴിയാണ് ഞാൻ ഇവിടെ വരാൻ സാധിച്ചത്. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണിത്. ആദ്യം ഞങ്ങളുടെ വീട്ടിൽ ഞാൻ ഉടമ്പടി ആരാധന കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഓൺലൈനായിട്ട് ഉടമ്പടി ആരാധന കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ ചെറിയ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അതുവഴി ഞാൻ പുറകിലോട്ട് ഞങ്ങളുടെ അടുക്കള ഭാഗത്തോട്ട് ഞാൻ ഇറങ്ങിയപ്പോൾ അങ്ങനെ അവിടെ ചെരുപ്പ് ഞാൻ കൊണ്ട് ഇടുന്നതല്ല, അവിടെ ഇറങ്ങി ഞാൻ വേസ്റ്റ് കളഞ്ഞ് തിരിച്ച് അകത്തോട്ട് കയറാനും ഞാനോർത്ത് ചെരുപ്പ് ഇതെപ്പോഴാണ് ഞാനിങ്ങനെ ഇവിടെ ഇട്ടേന്ന് ഓർത്ത് ഞാനത് ചവിട്ടി നിൽക്കുക. ചെരുപ്പാന്നോർത്ത് ചെരുപ്പ് ചവിട്ടി നിന്ന് അന്ന് അപ്പുറേ കൂടി പോകാമെന്നോർത്ത് ഞാൻ ഒരു കാല് ചവിട്ടി അടുത്ത കാലെടുത്തപ്പോൾ ഈ ചെരുപ്പ് അവിടെ കാണുന്നില്ല. നോക്കിയപ്പോൾ ഒരു പാമ്പ് ഇഴഞ്ഞു പോകും. ഞാൻ അതിൻ്റെ ചെരുപ്പാന്ന് ഓർത്ത് ചവിട്ടിയത് പാമ്പിനെ ആയിരുന്നു. പാമ്പ് ഇഴഞ്ഞു പോകുമായിരുന്നു. ചേരയായിരിക്കും എന്നോർത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് ഒരു ചേര വന്ന് നമുക്കതിനെ കൊല്ലാൻ നോക്കിയപ്പോഴത്തേക്ക് അത് പൊത്തിലോട്ട് പോയി. പൊത്തിന്ന് അത് അടിച്ചിറങ്ങിയപ്പോൾ അത് ഒരു മൂർഖം പാമ്പായിരുന്നു, ഒരു ഇടത്തരം മൂർഖം പാമ്പ്. ശകലം നേരം കഴിഞ്ഞിരുന്ന എന്നെ കൊത്തിന്ന് ഞാൻ അന്നേരം മരിച്ചു. അത്രയ്ക്ക് വിഷമുള്ള പാമ്പായിരുന്നു. പരിശുദ്ധ ദൈവമാതാവ് ഈ ഉടമ്പടി ആരാധനയിൽ കൂടിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണമെന്ന് പറഞ്ഞാൽ വലിയൊരു അത്ഭുതമായ കാര്യമായിരുന്നു എനിക്ക് നടന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു. രണ്ടാമത്തെ സാക്ഷ്യം, ഞാൻ ഉടമ്പടി ആരാധനയെ കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് കടബാധ്യതയുണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു കണ്ടം വിൽക്കാനായിട്ട് നോക്കിയിട്ട് നടക്കുന്നില്ലായിരുന്നു. എന്നാലും ഞങ്ങളുടെ കടബാധ്യത മാറുകയുള്ളൂ. അത് ഞങ്ങൾ 5 ലക്ഷം രൂപയ്ക്ക് ആ കണ്ടം വാങ്ങിച്ചതായിരുന്നു. അത് ആളുകൾ പിന്നെ 4 ലക്ഷം രൂപ കുറഞ്ഞ് തരുവുള്ളൂ എന്നായി. ഞാനപ്പോൾ ഒരു ആരാധനയെ കൂടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അച്ഛൻ അന്നേരം ആരാധനയിൽ പറയുന്നു, 1 വർഷമായി ഞങ്ങളുടെ കടം മാറാനായിട്ട് ഇതേ പറ്റുള്ളൂ, എന്ത് ചെയ്യുമെന്ന് ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറയുന്നു, ആരാധനയിൽ പറഞ്ഞു, 1 വർഷമായി മാനസികമായിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിനൊരു പരിഹാരം കാണുമെന്ന് പറഞ്ഞു. ആ സമയം തന്നെ എൻ്റെ ഭർത്താവ് അവിടെ വളയിടാൻ പോയിരിക്കുമായിരുന്നു. അച്ഛൻ ആരാധന നടത്തിക്കൊണ്ടിരുന്ന ആ സമയം തന്നെ ആ കണ്ടത്തിന് 6 ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾക്കത് വിൽക്കാനും ഞങ്ങളുടെ കടബാധ്യത ഒഴിവാക്കാനും ഞങ്ങൾക്ക് സാധിച്ചു. അച്ഛൻ ആരാധനയ്ക്ക് എസ് എന്ന അക്ഷരത്തെ തുടങ്ങുന്ന ആളുകളാണ്. ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ എനിക്ക് സമയത്തിൻ്റെ പൂർത്തീകരണം എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ സംരക്ഷണം ഭയങ്കരമായ ആ സമയം നമുക്ക് അത് വ്യക്തമായി തെളിഞ്ഞതാണ്. അത് ആ നിമിഷം തന്നെ എനിക്ക് അനുഭവപ്പെടുകയായിരുന്നു. ആ സമയം തന്നെ അതിന് കച്ചവടമാകുകയായിരുന്നു. മാതാവിൻ്റെ സമയത്തിൻ്റെ പൂർത്തീകരണമായിരുന്നത്. മാതാവിന് എനിക്കത് സാധിച്ചു തന്നതിന് മാതാവിന് ഈശോയ്ക്ക് വളരെയേറെ നന്ദി പറയുന്നു. അതെനിക്ക് ശ്വാസം മുട്ടലായിരുന്നു, ഭയങ്കരമായ അലർജിയാണ്. ശ്വാസം മുട്ടലിന് 2 നേരം ഞാൻ മരുന്ന് വലിക്കണമായിരുന്നു. 2000 രൂപ 1 മാസത്തേക്ക് എനിക്ക് ഡോക്ടർ കൊടുക്കണം. എനിക്ക് ഒരു നേരം മരുന്ന് വലിച്ചില്ലെങ്കിൽ എനിക്ക് വല്ലാത്ത വിഷമമെന്ന് പറഞ്ഞാൽ എൻ്റെ വായും പൊളിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് ആയിപ്പോയി. എനിക്ക് ഭയങ്കര അലർജിയായിരുന്നു. ഇവിടെ വന്ന് അച്ഛനെ കാണാൻ എനിക്ക് അവസരം കിട്ടി. അച്ഛൻ എൻ്റെ നെഞ്ചിലും പുറത്തും സൈറ്റ് വീട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ ശ്വാസം മുട്ടൽ 2021 5 വർഷമായിട്ട് എനിക്കിപ്പം ഒരു കുഴപ്പമില്ല, ശ്വാസം മുട്ടലേ ഉണ്ടാകുന്നില്ല. ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ എനിക്ക് തൊണ്ടയിൽ ഒരു തടിപ്പുണ്ടായിരുന്നു. തൊണ്ടയിൽ ഭക്ഷണം ഇറക്കുമ്പോഴത്തേക്ക് എനിക്ക് തൊണ്ടയിൽ കൂടി പോകുന്നില്ല, ഭക്ഷണം തടഞ്ഞ് ഒരു ദശ പോലെ എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അത് ഡോക്ടറെ കാണിക്കാൻ എനിക്കൊരു പേടിയായിരുന്നു. അത് ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്ക് തടസ്സപ്പെട്ട് ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞ് വീട്ടിൽ എല്ലാവരും പറഞ്ഞു. പക്ഷേ ഞാനത് പോയില്ല. ഞാൻ അമ്മയുടെ തൈലവും ഉപ്പും തേനും പുരട്ടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അത് പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കത് പൂർണ്ണമായി മാറി. എനിക്കിപ്പം ഭക്ഷണം കഴിക്കുന്നതിനും എടുക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇതെല്ലാം തന്നെ ദൈവമാതാവിനും ഈശോയ്ക്കും വളരെയേറെ നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ എല്ലാവർക്കും പത്രം കൊടുക്കുകയും സാക്ഷ്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരോടും എല്ലാ ആളുകൾക്കും കൊടുക്കും.
ആത്മീയമായിട്ട് എനിക്ക് 6 വർഷമായി ഞാൻ ഈ ഉടമ്പടി തന്നെയാണ് നിൽക്കുന്നത്. എല്ലാ കൊറോണയുടെ സമയത്തും എല്ലാ സമയങ്ങളിലും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാനും മാതാവിനോട് ചേർന്ന് പോകുവാനും ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലാണെങ്കിലും കുടുംബ പ്രാർത്ഥന ഇന്ന് വരെ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ഇടയ്ക്കിടയ്ക്ക് ചെല്ലാറില്ലായിരുന്നു. പക്ഷേ ഇത് എല്ലാവരും കൂടി പൂർണ്ണമായിട്ടും കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. എല്ലാത്തിനും ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു. പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 19-ാം വചനമാണിത്. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്നവരെ ഈശോയും അമ്മയും കാത്തു പരിപാലിക്കുന്ന ഒരനുഭവമാണ് ഈ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഈശോ നമുക്ക് ആത്മീയ അധികാരവും സംരക്ഷണവുമാണ് ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കൾക്ക് വാഗ്ദാനമായി നൽകുന്നത്. ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ വെല്ലുവിളികൾ തരണം ചെയ്യാൻ സമയത്തും കണ്ണുനീരോടെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും പ്രാർത്ഥന കേട്ടുകൊണ്ട് നമ്മുടെ ഓരോ കാര്യങ്ങളിൽ ശ്രദ്ധാലുവായ ഒരമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത്. കൃപാസന അമ്മ, ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അമ്മയാണ് നമ്മുടെ കൂടെ നടക്കുന്ന അമ്മ. നമ്മുടെ എല്ലാ കാര്യത്തിലും നമ്മുടെ ഓരോ വിഷയത്തിലും വളരെ ശ്രദ്ധാലുവായിട്ട് നമ്മുടെ ഓരോ കാര്യങ്ങളും ദൈവത്തിലേക്ക് ഈശോയിലേക്ക് എടുത്തുകൊണ്ട് പോകുന്ന ഒരു മധ്യസ്ഥയാണ് ഈ അമ്മ. ഈ അമ്മയുടെ അരികിൽ വന്നാണ് ഈ മകൾ പ്രാർത്ഥിച്ചത്. ഈ മകളെ സംരക്ഷിച്ച ഈ അമ്മയാണ് ഈശോയും അമ്മയും കൂടെ നിൽക്കുന്ന ഈ അമ്മ. ഉടമ്പടി ജീവിതത്തിലെ സത്യസന്ധമായ ആത്മാർത്ഥമായുമുള്ള ജീവിതമാണെന്ന് ഈശോയ്ക്കും അമ്മയ്ക്കും മനസ്സിലായതുകൊണ്ടാണ് ഒരു വലിയ ഒരു അപകടത്തിൽ നിന്ന് ഈ മകളെ സംരക്ഷിച്ച് കാത്തുപരിപാലിച്ചത്. പാമ്പുകളുടെ മേൽ ചവിട്ടി നടന്ന പാമ്പിൻ്റെ മേൽ ചവിട്ടി നിന്ന ഈ മകൾ ഇന്ന് നമ്മുടെ മധ്യേ നിൽക്കുന്നത് കർത്താവിൻ്റെ സാക്ഷിയായിട്ടാണ്, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ്. ഒന്നും നമ്മളെ ഉപദ്രവിക്കില്ല എന്നൊരു സാക്ഷ്യവുമായാണ്. നമുക്ക് നമ്മുടെ ജീവിത പ്രശ്നങ്ങളെല്ലാമായി കണ്ണുനീരോടെ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ഈ അമ്മയുടെ അരികിലേക്ക് നമുക്കും പോകാം. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അമ്മ ശ്രദ്ധാലുവാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ മകൾ കടം വീട്ടാനായിട്ട് ഒരു ചെറിയ കണ്ടം വയ്ക്കാനായിട്ട് 2 മാസത്തോളം നോക്കി ഇവിടെ വന്ന് ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചു. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്. ഒരു ദിവസം പ്രാർത്ഥനയുടെ സമയത്ത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, എസ് എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരാണ്. ഏതോ ഒരു കാര്യത്തിന് തീരുമാനമായിട്ടില്ല, എന്ത് സങ്കടപ്പെടുത്തുന്ന കാര്യമായാലും അതിന് തീരുമാനം ഉണ്ടാകുന്നു എന്നാണ് അച്ഛൻ ആരാധനയുടെ സമയത്ത് പറഞ്ഞത്. ഈ മകൾ അത് വിശ്വസിച്ച് ആ ആരാധന പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ആ കണ്ടം വിൽക്കുവാൻ ശ്രമിച്ചിരുന്നു. അത് നടക്കുന്നില്ലായിരുന്നു. 5 ലക്ഷം രൂപ കൊടുത്താണ് മേടിച്ചത്. പക്ഷേ അത് 6 ലക്ഷത്തിന് അത് വിൽക്കുവാൻ സാധിച്ചു എന്നാണ് ഈ മകൾ സാക്ഷ്യത്തിൽ പറഞ്ഞത്. സമയച്ചുരുക്കം തന്നെ അമ്മയാണ്. നമ്മളുടെ ഓരോ കാര്യങ്ങളും എത്ര ശ്രദ്ധാലുവാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും എത്രയും പെട്ടെന്നാണ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അതെല്ലാം നടത്തി കൊടുക്കുന്നത്. പിന്നീട് വന്ന ഒരു രോഗസൗഖ്യമാണ്. ശ്വാസമുട്ടലും തൊണ്ടവേദനയുമായി ബുദ്ധിമുട്ടിയ ഈ മകൾ ഇവിടെ വന്ന് അച്ഛൻ പ്രാർത്ഥിച്ചതിന് ശേഷം സൈത്ത് നൽകി പ്രാർത്ഥിച്ചു. പിന്നീട് ആ നിമിഷം തന്നെ ഈശോയും അമ്മയും കൂടി ഈ മകളെ സുഖപ്പെടുത്തുകയായിരുന്നു. ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തൈലവും തേച്ചാണ് പ്രാർത്ഥിച്ചത്. വിൽക്കാണ്ടുണ്ടെന്ന കണ്ടത്തിലും ഇവർ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഇവിടെയെല്ലാം നമുക്ക് കാണുന്നത് നമ്മൾ ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കരം പിടിച്ച് നമ്മൾ മുന്നോട്ട് നയിക്കുന്ന ഒരു വലിയൊരു വിശ്വാസത്തിൻ്റെ സാക്ഷ്യമാണ് ഇട്ട് മാറ്റിയാണ് ഓരോ ഉടമ്പടി മക്കളെയും. നമ്മുടെ ജീവിതത്തിലും എല്ലാ പരീക്ഷകളും വെല്ലുവിളികളും വരുമ്പോഴും ദൈവശക്തിയിൽ ആശ്രയിച്ച് അതിജീവിക്കാൻ കഴിയട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. നമുക്കും ഭയം കൂടാതെ ദൈവത്തിൽ ആശ്രയിച്ച് എല്ലാ ശക്തികളെയും അതിജീവിക്കാനുള്ള ആത്മീയ ശക്തി ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കാം.
സാലിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. യേശുവേ. ശില്പ, ഞാൻ കോട്ടയം കുമരകത്തു നിന്നാണ് വരുന്നത്. ഇതെൻ്റെ അനിയത്തി, പിന്നെ അച്ഛനും അമ്മയും ഉണ്ട്. ഞാനിവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് കഴിഞ്ഞ കൊല്ലം 2024 ഒക്ടോബർ 19 ആയിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഈ തിരുസന്നിധിയിൽ നിന്നിട്ട് സാക്ഷ്യം പറയാനായിട്ട് അനുവദിച്ച എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ 1000 നന്ദി പറയുന്നു. 1000 എന്ന് പറഞ്ഞാച്ചാൽ പോരാ, എത്ര സംഖ്യ ഉണ്ടോ അത്രത്തോളം ഞാൻ നന്ദി പറയുവാണ്. ഓക്കെ, എത്ര സംഖ്യ ഉണ്ടോ അത്രത്തോളം ഞാൻ നന്ദി പറയുവാണ് അമ്മ മാതാവിനോട്. അപ്പം ആദ്യം തന്നെ ഞാൻ എൻ്റെ സാക്ഷ്യം പറയുന്നത്, ഞാനൊരു പ്രൊഫഷണലി ഒരു നേഴ്സാണ്. അപ്പോൾ എൻ്റെ പ്രോസസ്സിങ്ങിൽ എനിക്ക് ഒത്തിരി തടസ്സങ്ങൾ നേരിട്ടുണ്ടായിരുന്നു. എൻ്റെ വിസ അങ്ങനെ എല്ലാം എനിക്ക് തടസ്സങ്ങളായിരുന്നു. അപ്പം അത് അമ്മ മാതാവ് എനിക്ക് ശരിയാക്കി തന്ന ആ ഒരു സാക്ഷിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ സാക്ഷ്യം പറയുന്നതിന് മുമ്പ് ആദ്യം പറയണം, അതായത് എനിക്ക് മാതാവുമായിട്ട് അല്ലെങ്കിൽ ഈശോപ്പയായിട്ടുള്ളൊരു കണക്ഷൻ എന്ന് പറയുന്നത്, ഞാൻ 7ാം ക്ലാസ് മുതൽ പള്ളിവക ഒരു സ്കൂളിലായിരുന്നു പഠിച്ചത്. അപ്പോൾ അവിടെ ഒരു ഗ്രോട്ടോ ഉണ്ട്. അപ്പം ഞാൻ എല്ലാ ദിവസവും രാവിലെ അവിടെ എന്നും പ്രാർത്ഥിച്ചിട്ടാണ് ക്ലാസ്സിൽ പോകുന്നത്. അപ്പോൾ എനിക്ക് എന്തോ ഒരു പോസിറ്റീവ് ഫീലിംഗ് തോന്നും. പിന്നെ അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും കുർബാനയിൽ എനിക്ക് കൂടുതലും ഉള്ളത് ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ ഞാനൊരു ഹിന്ദുവാണ്, എന്നാലും ഞാൻ അവരുടെ കൂട്ടത്തിൽ ഞാൻ കുർബാന അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാതാവും ഈശോപ്പനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇനി എൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ ഇതിലോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു നേഴ്സാണ് പ്രൊഫഷണലി. അപ്പം ഞാൻ എൻ്റെ നേഴ്സിംഗ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നത് 2021 അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ എല്ലാ നേഴ്സുമാരെയും പോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു ആഗ്രഹം എബ്രോഡ് പോകണം. ഒന്നാമത് ബിലോ അവറേജ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ കുടുംബത്തിനെ ഒന്ന് സഹായിക്കണമെന്നുണ്ട്. അപ്പം ഞാൻ ഒരു തവണ OET എഴുതി. ആ ടൈമിൽ അച്ഛന് കുറച്ച് സ്ട്രോക്കും അസുഖങ്ങളും ഉണ്ട്. എന്നാലും സപ്പോർട്ടീവായിട്ടുള്ള പേരൻസ് ആയതുകൊണ്ട് ഒരു തവണ നമുക്കൊരു ചാൻസ് തന്നു, എഴുതിക്കോളാൻ പറഞ്ഞ്. അത് കഴിഞ്ഞപ്പം അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് 1 മാർക്കിന് എൻ്റെ റൈറ്റിംഗ് മൊഡ്യൂൾ പോയായിരുന്നു. പിന്നെ എനിക്ക് ചോദിക്കാൻ പറ്റില്ല, എഴുതിക്കോട്ടെ ഒന്നൊന്ന് ചോദിക്കാനുള്ളൊരു അവസരമൊന്നുമില്ല. പിന്നെ അത് ആ പ്ലാൻ അങ്ങ് വിട്ടു. പിന്നെ എൻ്റെ മുമ്പിൽ ഒരു പ്ലാൻ ജോലിക്ക് കയറുക എന്നുള്ളതാണ്. പിന്നെ ജോലിക്ക് കയറി 1 കൊല്ലം നിന്നു. പക്ഷേ ഇപ്പം എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിലത്തെ നഴ്സുമാരുടെ അവസ്ഥ. നമുക്കങ്ങനെ ശമ്പളം ഇപ്പോൾ ആസ് എ ഫ്രഷറായിട്ടൊരു 12 രൂപയൊക്കെ ഉള്ളൂ. അത് നമുക്ക് ഒന്നിനും നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. എനിക്ക് ലോണുണ്ട്, എഡ്യൂക്കേഷണൽ ലോണ്. അതിന് കറക്റ്റായിട്ട് 5000 രൂപ നമ്മൾ വീട്ടിൽ കൊടുക്കണം. പിന്നെ ഒന്നിനും തികയില്ല. അപ്പോൾ ഇങ്ങനെ പോകെ എനിക്ക് മനസ്സിലായി, ഇതുകൊണ്ട് നമ്മുടെ കുടുംബത്തിനെ സപ്പോർട്ടൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു കസിൻ ചേട്ടൻ പറഞ്ഞിട്ടാണ് ജർമ്മൻ ലാംഗ്വേജിനെ പറ്റും, ജർമ്മനി എന്ന കൺട്രീനെ പറ്റി അറിയുന്നത്. അപ്പോൾ ഒരുപാട് എനിക്കതിനെപ്പറ്റി ആധികാരികമായിട്ടൊന്നും അറിയത്തില്ല. ഇങ്ങനെയാണ് പ്രോസസ്സിങ്ങും കാര്യങ്ങളും ഒന്നും. ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് മാത്രം അറിയാം. അങ്ങനെ ഞാൻ ജർമ്മൻ ലാംഗ്വേജ് സെലക്ട് ചെയ്തു. അങ്ങനെ ചേട്ടൻ പറഞ്ഞത് വെച്ചിട്ട് ഒരു ഏജൻസിയിലാണ് കൊടുത്തത്. അപ്പം നമ്മൾ ഏജൻസി തിരക്കിയപ്പോൾ തന്നെ അവർ പറയുന്നത് അവർ ഫുൾ കാര്യങ്ങൾ പ്രോസസ്സിങ്ങും പഠിപ്പീരും എല്ലാം അവർ ചെയ്യും. അപ്പം B1 ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു കാര്യങ്ങളും ഇതിനെപ്പറ്റി പ്രോസസ്സിങ്ങിനെ പറ്റി ഒന്നും അറിയത്തില്ല. ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എടുത്തു. അങ്ങനെ B1 വെച്ചിട്ട് കയറ്റി വിടാമെന്ന് പറഞ്ഞു. മെയിൻലി A1 A2 B1 B2 ഇങ്ങനെ 4 ലെവൽസ്. അപ്പോൾ B1 വെച്ചിട്ട് കയറ്റി വിടാമെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ടുള്ളതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൃപാസന മാതാവും എൻ്റെ ജർമ്മൻ ലാംഗ്വേജും തമ്മിലാണ് നല്ലൊരു കണക്ഷൻ ഉള്ളത്. കാരണം ഞാൻ പഠിക്കാൻ തുടങ്ങിയ ആദ്യത്തെ ആഴ്ച മുതൽ തന്നെ എനിക്ക് കൃപാസനം പത്രം ഓരോരുത്തരും കൊണ്ട് തരും, ബസ്സിലും അതുപോലെ തന്നെ അടുത്ത് പാറേപ്പള്ളി പള്ളിയിൽ ഇരിക്കുമ്പോഴത്തേക്ക് തരും. അപ്പം ഈ പത്രം എനിക്ക് മാതാവിനെ ഇഷ്ടമാണ്. അപ്പോൾ പത്രം വരുമ്പോഴേ ഞാൻ എന്ത് ചെയ്തു, എനിക്കൊരു സ്റ്റാമ്പ് കളക്ഷൻ പോലൊരു ഹോബിയായി. അതായത് ഇങ്ങനെ വരും, ഞാനത് വാങ്ങിച്ചെൻ്റെ ബാഗിനകത്ത് ഞാൻ വെക്കും. അപ്പം ഇങ്ങനെ ഒരു മാസത്തെ തന്നെ ഒരു 5ഉം 6ഉം പത്രമൊക്കെ എൻ്റെ ബാഗിനകത്തുണ്ട്. അപ്പം ഞാനൊരു ദിവസം അമ്മയോട് പറഞ്ഞു, അമ്മ ഇത് കണ്ടോ, എനിക്ക് ഇത്രയും പത്രം എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, അതായത് മോനെ, അമ്മയ്ക്ക് കുറച്ചുകൂടെ അറിയാം കൃപാസനം എന്താണെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ, കൃപാസനം പത്രം എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് അമ്മ മാതാവ് നമ്മൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിനാന്ന് പറഞ്ഞു. എന്നാലും അപ്പം അമ്മ പറഞ്ഞു, നിനക്ക് ഇത്രയും പത്രം ഇല്ലേ നിൻ്റെ കയ്യിൽ, അപ്പോൾ ഇനി വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞു. എന്നാലും ഞാൻ വാങ്ങിച്ചു വെക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം അത് ഞാൻ ഞാനിങ്ങനെ കളക്ട് ചെയ്യുന്നുണ്ട്, ബാഗിനകത്ത് വെക്കുന്നുണ്ട്, ഇങ്ങനെ പഠിത്തം പോവുക. അങ്ങനെ ഒരു 6 മാസം കൊണ്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്തു. ഈശോയുടെ ഒക്കെ അനുഗ്രഹം കൊണ്ട് ഞാൻ B1 ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സായി. B1 പാസ്സായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞത് B1 പാസ്സായിട്ട് നമുക്കപ്പോൾ കയറ്റിവിടാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഏറ്റവും ഈ ഒരു ഏജൻസിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കറിയാം ഇപ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റ് നേഴ്സുമാർക്ക് ഈ ഒരു ജർമ്മൻ പ്രോസസ്സിംഗ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ എന്നോട് അവർ പറഞ്ഞിരുന്നത് 3 ലക്ഷം വിത്തൗട്ട് ടിക്കറ്റ് ആയിരുന്നു. അപ്പം നമ്മൾ അത്രയും പൈസ കൊടുക്കുമ്പോൾ അവർക്ക് അത്രയും ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടെന്നല്ലേ നമ്മൾ കരുതുക. അപ്പം ആദ്യത്തെ ഞാൻ ജയിച്ചപ്പോൾ
അപ്പോഴത്തേക്ക് അവരോട് പറഞ്ഞു ഒരു 1.15 രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പം കടമൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ആ ഒരു 1.15 രൂപ അടയ്ക്കുകയും ചെയ്തു. അപ്പം നമ്മൾ ചോദിക്കുക എത്ര നാളെടുക്കും ഏകദേശം ഇത് ശരിയാകാൻ? അപ്പോൾ അവർ പറയുന്നത് ഒരാഴ്ച കൊണ്ട്, ഞങ്ങൾക്ക് പരിചയമൊക്കെ ഉള്ള ആളുകൾ അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് തന്നെ ശരിയാക്കും. ശരിക്കും പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇത് ബെഷേഡ് എന്ന് പറയുന്നൊരു പേപ്പർ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വൺസ് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഓഫർ ലെറ്ററും കൈ കിട്ടിയതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്കിത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്കതൊന്നും അറിയില്ലായിരുന്നു. നമ്മൾ പൈസ അടച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പം അവർ പറഞ്ഞതനുസരിച്ച് നമ്മൾ വിളിച്ചു ചോദിച്ചു, സാർ ബെഷേഡ് വന്നോ, ഇനി ബാക്കി കാര്യങ്ങൾ എങ്ങനെ? അപ്പം ഒരാഴ്ചയായിട്ടും വന്നിട്ടില്ല, 2 ആഴ്ചയായി വന്നിട്ടില്ല, 4 മാസം കഴിഞ്ഞിട്ടും ഇത് വരുന്നില്ല. അപ്പം നമ്മുടെ ആകെപ്പാടെയുള്ള പ്രതീക്ഷ, ഞാൻ പറഞ്ഞു ബിലോ ആവറേജ് ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇതേ ഉള്ളൂ ആകെപ്പാടെ ഒരു പ്രതീക്ഷയായിട്ടുള്ളൂ. വീട്ടിൽ അച്ഛൻ അതുപോലെ തന്നെ എല്ലാവരും വഴക്കും ബഹളവും എല്ലാം തുടങ്ങി. ഇപ്പം നിങ്ങൾക്കറിയാം, ഇതുപോലെ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുന്നവർ കുറേ എല്ലാ കുട്ടികൾക്കും മനസ്സിലാകും. അതായത് നമുക്ക് വെളിയിലോട്ടൊന്ന് ജർമ്മൻ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊന്ന് ഇറങ്ങാൻ പോലും പറ്റത്തില്ല. കാരണം ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം ചോദിക്കും എപ്പോഴാണ് പോകുന്നത്, പോകാറായില്ലേ, കൊച്ചു തോറ്റുപോയോ, അങ്ങനെ. അത് പഠിച്ച് ജയിച്ച കഷ്ടപ്പാട് അറിയാം, പക്ഷേ എന്നാലും ഇത് തന്നെ ചോദ്യം. അതുകൊണ്ട് ഞാൻ ഒരു പരിപാടിക്കും ഒരു ഫംഗ്ഷനും ഒന്നും പോകത്തില്ല. കാരണം ഇപ്പോഴും പോകത്തില്ല. കാരണം ഈ ഒരു ചോദ്യം പേടിച്ച് പോകത്തേയില്ല. അപ്പം ഇങ്ങനെയായി വഴക്കും ബഹളവുമായിട്ട് വീട്ടിൽ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ചേട്ടായി പറഞ്ഞായിരുന്നു, കസിൻ ചേട്ടൻ പറഞ്ഞു ഇതുപോലെ എടി ഞാൻ ആലപ്പുഴയിൽ പോയപ്പോഴത്തേക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നപ്പം ട്രെയിൻ ഇറങ്ങി കുറച്ച് പേര് വന്നപ്പോൾ ഒരു ആൻറ്റിയായിട്ട് സംസാരിക്കുന്ന വഴിക്ക് മനസ്സിലായതാണ് ആൻറ്റിയൊക്കെ വരുന്നത് മുംബൈയിൽ നിന്നാണ്. അപ്പം അവരുടെ മകൻ ഇതുപോലെ പ്രോസസ്സിങ്ങിനകത്ത് കുറച്ച് തടസ്സങ്ങൾ വന്നിട്ട് അവർ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും ആ പ്രോസസ്സിങ് എല്ലാം ഓക്കെ ആയിട്ട് ഇപ്പോൾ അവർ വന്നിരിക്കുന്ന സാക്ഷ്യം പറയാനായിട്ടാന്ന് പറഞ്ഞു. അപ്പം ചേട്ടൻ പറഞ്ഞു നീ പൊക്കോ, നീ ആരോടും പറയൊന്നും വേണ്ട, നീ പോയിട്ടൊന്ന് പ്രാർത്ഥിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ പത്രമൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു കണക്ഷൻ കിട്ടി. അമ്മ പറഞ്ഞത് അന്ന് എന്നോട് പറഞ്ഞത് ഇതുപോലെ നമുക്ക് പത്രം വരുന്ന ഒരു ഇൻവിറ്റേഷൻ പോലെയാണ്, മാതാവ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അവിടെ ചെല്ലാൻ എന്നുള്ളത് എൻ്റെ പെട്ടെന്ന് മൈൻഡിൽ വന്നു. അങ്ങനെ ഞാനും അമ്മയും അച്ഛനും അനിയത്തിയും കൂടെ ആദ്യത്തെ ഒരാഴ്ച കൃപാസനത്തിൽ വന്നു. അപ്പോൾ നമുക്ക് കൃപാസനത്തിനെ പറ്റി വലിയതായിട്ടൊന്നും അറിയത്തില്ല. വന്നു, ഞങ്ങൾ ഇവിടെയും അതുപോലെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഫോട്ടോകൾ അവിടെയും ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ തിരിച്ചുപോയി. അത് കഴിഞ്ഞ് അന്ന് ഞങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി എങ്ങനെയാണ് ഉടമ്പടിയൊക്കെ. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ആഴ്ച ആയപ്പോഴത്തേക്ക് വീണ്ടും വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തു. പക്ഷേ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ലൈഫിലുണ്ടായ മാറ്റങ്ങളെന്ന് പറയുന്നത് അത് ഭയങ്കര മാജിക്ക് പോലെയാണ്. അതായത് എനിക്ക് ക്രിസ്ത്യൻസ് എല്ലാവരും അരമണിക്കൂർ ഉടമ്പടിയിൽ ബൈബിൾ വായിക്കും. അപ്പോഴത്തേക്ക് എനിക്കൊരാഗ്രഹം ബൈബിൾ എനിക്ക് വായിക്കണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു എനിക്ക് ഒരു ബൈബിൾ കൊണ്ടുതരാമോ ചേച്ചിയെന്ന് ചോദിച്ചു. അതായിരുന്നു എൻ്റെ ആദ്യത്തെ എനിക്ക് അമ്മ മാതാവും ഈശോപ്പനും തന്ന അനുഗ്രഹം. അപ്പോൾ ചേച്ചി എനിക്ക് ബൈബിൾ കൊണ്ടുതരാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചോദിക്കും. അപ്പം അങ്ങനെ പരിചയമുള്ളൊരു ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി എനിക്കൊരു കവർ ഒരു ദിവസം കൊണ്ടു തന്നിട്ട് പറഞ്ഞു ഇത് തുറന്നു നോക്കാൻ പറഞ്ഞു. ഞാനത് തുറന്നു നോക്കിയപ്പോഴത്തേക്ക് ബൈബിളും ഉണ്ട്, ജപമാലയുണ്ട്. നല്ല പുതിയ ബൈബിളും ജപമാല ബുക്കും. അപ്പം ചേച്ചി എന്നോട് പറഞ്ഞു ഇതുപോലെ ഇത് നിനക്ക് എവിടെ നിന്നാന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ചേച്ചി പള്ളിയിൽ പോകുന്ന ആളല്ലേ, ഇപ്പോൾ ചേച്ചി പള്ളിയിൽ എവിടെന്നെങ്കിലും നാഗമ്പടം പള്ളിയിൽ നിന്നോ വാങ്ങിച്ചുകൊണ്ട് വന്നായിരിക്കൂലേ. അപ്പോൾ ചേച്ചി പറഞ്ഞു അല്ല, ചേച്ചിയുടെ ഹസ്ബൻഡ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അപ്പം ആ ഹസ്ബൻഡിന് അന്ന് കൃപാസനത്തിൽ ഒരു ഓട്ടോ ഉണ്ടായിരുന്നു, പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു ഓട്ടോ ആണ്. അപ്പം ചേട്ടൻ നീ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അവിടെ നിന്ന് ഒരു ബൈബിളും ഒരു ജപമാല ബുക്കും വാങ്ങിച്ചുകൊണ്ട് വന്നാന്ന് പറഞ്ഞു. അതെനിക്കന്ന് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ ആഗ്രഹിച്ചപ്പം തന്നെ മാതാവ് എനിക്കത് കൃപാസനത്തിൽ നിന്ന് തന്നെ ഒരു ബൈബിളും ജപമാല ബുക്കും കൊടുത്തുവിട്ടത് എനിക്ക് ഒത്തിരി ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ ഉടമ്പടിയിലായി. ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മളെ കൊണ്ടാകാവുന്ന രീതിക്ക്. മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഒരു മാസത്തിലൊരു 5 ചോറും പൊതി അത്രയേ ഉള്ളൂ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അപ്പം അത്രയും കൊടുക്കാറുണ്ട്. അതുപോലെ പത്രം കൊടുക്കാറുണ്ട്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് ആസ് എ നേഴ്സ് ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കെയർ അവിടെ കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പം പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ മെഡിക്കൽ കോളേജിൽ പോയിട്ട് അങ്ങനെ സഹായിക്കാറുണ്ടായിരുന്നു. അപ്പം എൻ്റെ പ്രേക്ഷിത പ്രവർത്തനവും പ്രാർത്ഥനയും എല്ലാം മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം എൻ്റെ അമ്മ എന്നെക്കാളും നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അപ്പം ഞങ്ങളിങ്ങനെ രാത്രിയിൽ സന്ധ്യാപ്രാർത്ഥന ചൊല്ലിയപ്പോഴത്തേക്ക് അമ്മ എന്നോട് പറഞ്ഞു മോനെ എൻ്റെ മനസ്സിലിങ്ങനെ മാതാവ് പറയുന്നതായിട്ട് എനിക്ക് തോന്നുക, നിങ്ങൾ എന്തിനാ ഇത് എടുത്തതെന്ന്. അപ്പം ഞങ്ങൾക്കൊരു ഡൗട്ടായി പോയി. ഇത് മാതാവ് ഈ ചോദ്യം ചോദിച്ചത് എന്തിനാ നിങ്ങൾ ഇത് എടുത്തതെന്ന് ചോദിച്ചത് ഒരു പോസിറ്റീവ് സൈനാണോ നെഗറ്റീവ് സൈനാണോ, എന്തിനാ ഇത് എടുത്തതെന്നാണ് മാതാവ് ചോദിച്ചത്. അപ്പം ഒന്നാമതേ നമ്മൾ ഈ സങ്കടത്തിൽ പോവാണ്. അപ്പം നമ്മൾ തന്നെ അത് ന്യായീകരിച്ച് വളച്ചൊടിച്ച് ഞങ്ങൾ ഇങ്ങനെയാക്കി നമ്മൾ ഇത്രയും ദുഃഖിക്കുമല്ലേ. അപ്പം മാതാവ് പറയുന്നത് നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് സങ്കടങ്ങൾ ഉണ്ടാകും. അപ്പം നിങ്ങൾ എന്തിനാ എടുത്ത് ഇതൊന്നും സഹിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തിനാ ഇതെടുത്തതെന്ന് നമ്മൾ സ്വയം ആശ്വസിച്ചു ഇത് പറഞ്ഞിട്ട്.
അത് കഴിഞ്ഞ് എൻ്റെ പ്രോസസ്സിങ് ഇങ്ങനെ ലാഗായി കൊണ്ട് തന്നെ ഇരിക്കുവാണ്. 6 മാസം 7 മാസം ഒക്കെ കഴിഞ്ഞു. എനിക്ക് പിന്നെ പേടിയായി. എൻ്റെ ഈ ലാംഗ്വേജിലായിട്ട് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് എൻ്റെ ലാംഗ്വേജിൽ. പക്ഷേ അത്ര ആയപ്പം എനിക്ക് തന്നെ എൻ്റെ സെൽഫ് കോൺഫിഡൻസ് കുറയാനായിട്ട് തുടങ്ങി. എനിക്കിനി നന്നായിട്ട് ഈ ലാംഗ്വേജ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റില്ലേ എന്ന് വരെ എനിക്ക് തോന്നി തുടങ്ങി. അപ്പം അങ്ങനെ ഇരിക്കെ എൻ്റെ മനസ്സിൽ തന്നെ തോന്നുവാണ് B2 പഠിക്കാം. കാരണം അപ്പോഴത്തേക്ക് എനിക്ക് ഏറെക്കുറെ ഇത് മനസ്സിലായി, ഇങ്ങനെയാണ് പ്രോസസ്സിങ്. B2 ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് പോകാനായിട്ട് പറ്റും. അങ്ങനെ B2 പഠിക്കാമെന്നുള്ള തീരുമാനത്തിൽ B2ൻ്റെ പ്രിപ്പറേഷൻ ഞാൻ സൈഡ് ബൈ സൈഡായിട്ട് നടത്തുന്നുണ്ട്. പിന്നെ ഒരു ചേച്ചി എനിക്ക് ആ ടൈമിൽ നല്ല മുറയ്ക്ക് പഴയ ഏജൻസിക്കാർ ഞങ്ങൾക്ക് ഇത് നടത്തുന്നുണ്ട്, ഇൻ്റർവ്യൂസ് നടത്തുന്നുണ്ട്. അങ്ങനെ വലിയ ഫേമസ് ആയിട്ടുള്ള ഹീലി ഗൈസ്റ്റ് ഹോസ്പിറ്റലിലൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ എന്താണെന്നറിയത്തില്ല, എനിക്ക് ജോലി കിട്ടും. ഞാൻ ഏത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താലും അമ്മ മാതാവിൻ്റെ തൈലവും ഉപ്പും എല്ലാം പുരട്ടി കാശുരൂപവും കൈ പിടിച്ചിട്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. എനിക്ക് എല്ലാത്തിലും കിട്ടും, ഓഫർ ലെറ്ററും വരും. പക്ഷേ ഈ ഏജൻസിക്ക് അത് പിടിക്കത്തില്ല. ഇത് വേണ്ട എന്നിങ്ങനെ മാറ്റിക്കൊണ്ട് വിട്ടുകൊണ്ടിരിക്കുവാണ്. നമ്മൾ ആകെ പടമെടുത്തു. അങ്ങനെ ഏറ്റവും ഒടുക്കം ഇവർ നമുക്ക് കൊണ്ടുത്തന്നൊരു ഓഫർ ലെറ്റർ എന്ന് പറയുന്നത് അതെനിക്ക് ഭയങ്കര സഹിക്കാവുന്നതിലപ്പുറം പോയി. അതിനകത്തുള്ള പൊസിഷൻ എന്ന് പറയുന്നത് ഹൗസ് ഉണ്ട് ആംബുലൻ്റെ ഫ്ലീഗെ എന്നാണ്. ഇപ്പം ജർമ്മൻ പഠിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാവുന്നവർക്ക് അത് മനസ്സിലാകും. ഹൗസ് മീൻസ് വീട്, ദെൻ ആംബുലൻ്റെ മീൻസ് ആംബുലൻസ്, ഫ്ലീഗെ മീൻസ് കെയർ. അപ്പം ആംബുലൻസും അതുപോലെ തന്നെ ഹോം നേഴ്സും. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവ്, ഞാൻ ഉടമ്പടി എടുത്തിട്ടും മാതാവ് എനിക്ക് ഇതാണോ തരുന്നത്? ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരെല്ലാം UK ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടാണ് പോയേക്കുന്നത്. ഇപ്പോഴും എൻ്റെ അച്ഛനും അമ്മയും എന്നെ ജർമ്മൻ പഠിപ്പിക്കാനായിട്ടും ഇതിനും എല്ലാം ഇങ്ങനെ കാശ് മുടക്കിക്കൊണ്ട് അവർ തന്നെ ഇങ്ങനെ ചിലവഴിക്കുക. അപ്പോൾ എന്നെക്കൊണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു പ്രയോജനവും ഇല്ലേ? പിന്നെ ഈ ഹൗസ് ഉണ്ട് ആംബുലൻ്റ് ഫ്ലീഗെ നേഴ്സ്, ഞാൻ അതാണോ മാതാവേ പഠിച്ചതെന്ന് ഞാൻ കരഞ്ഞു. ഞാൻ എൻ്റെ ജീവിതത്തിൽ കരയാൻ അത്രത്തോളം ഞാൻ ഇതിലൂടെ കരഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനത് കരഞ്ഞ് മാതാവിനോട് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്താണേലും ചിലപ്പോൾ മാതാവ് ആഗ്രഹിക്കുന്നത് ഇതായിരിക്കും, ഓക്കെ പോട്ടെ, ഞാൻ ഈ ഒരു ഫ്ലോയ്ക്ക് പോവുകയാണെന്ന് തന്നെ മാതാവിനോടും ഈശോപ്പയോടും ഞാൻ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഒരു ചേച്ചിയോട് എൻ്റെ സങ്കടം പറഞ്ഞായിരുന്നു. ചേച്ചി, ഈ ഹോം നേഴ്സ് അത് ചേച്ചി ഞാനതല്ല പഠിച്ചത്, എനിക്ക് നേഴ്സ് തന്നെ ആകണം എന്നുള്ള ഒരിതുണ്ടായിരുന്നു. അപ്പം ഈ ചേച്ചി എന്നോട് പറഞ്ഞു, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ പറഞ്ഞുതരാം, നീ അവിടെ ഒന്ന് വിളിച്ചു ചോദിക്കാൻ പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിൽ എല്ലാ ഏജൻസികളും കള്ളന്മാരാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ആദ്യം ഇങ്ങനെ പറയും, പക്ഷേ പിന്നീട് അതൊന്നുമല്ല നടക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ശരി, ഞാൻ എന്ത് പറഞ്ഞാലും മാതാവിനോട് ഞാൻ പറയും കേട്ടോ, മാതാവേ ഇങ്ങനെയാണ് കേട്ടോ, ഒരാൾ പറഞ്ഞു തന്നു, ഞാനിത് വിളിക്കുവാണ്. അങ്ങനെ പുതിയൊരു ഏജൻസിയിൽ വിളിച്ചപ്പോൾ ആദ്യം തന്നെ എടുത്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ഒരു സ്ക്രീനിങ് വെക്കാം, നിൻ്റെ ലാംഗ്വേജ് സ്കിൽ എത്ര ഉണ്ടെന്ന് അറിയാനായിട്ട്. അന്ന് വീട്ടിൽ വഴക്കാണ്. അച്ഛൻ ഡെയിലി വരുമ്പം പറയും അയാളെ വിളിക്കാം, സാറിനെ വിളിക്കാം, വിളിച്ചിട്ട് എന്ത് കാര്യവും അവരെടുക്കത്തു പോലുമില്ല. ഇപ്പം എടുക്കാതിരുന്നിട്ട് നമ്മളിങ്ങനെ വിളിക്കുമ്പോൾ നമുക്കൊരു മടുപ്പുണ്ടല്ലോ, ഇവരെടുക്കാതെ വരുമ്പോൾ. തിങ്കളാഴ്ച വിളിക്കും, ഞാൻ വിളിക്കും, എന്നിട്ട് ടൈം ടേബിൾ മോഡൽ ചൊവ്വാഴ്ച അച്ഛൻ വിളിക്കും, ഇങ്ങനെയായി. അങ്ങനെ ഞാൻ പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിച്ചു. അവർ തുടക്കത്തിൽ പറഞ്ഞു സ്ക്രീനിങ് വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്ക്രീനിങ് വെച്ചപ്പോഴത്തേക്ക് വളരെ അപ്പോഴും ഞാൻ കശുരൂപം ഉപ്പും തൈലവും എല്ലാം ഞാൻ പുരട്ടിയാണ് ഞാൻ ആ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം അവർ വളരെ നല്ല ഫീഡ്ബാക്കാണ് തന്നത്. കൂടാതെ ആ ഇൻ്റർവ്യൂ എടുത്ത മാം എന്നോട് ചോദിക്കുകയും ചെയ്തു, നീ എവിടെയാണ് പഠിച്ചത്, നിനക്ക് ഞങ്ങളുടെ അടുത്ത് ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഒന്നും ചിന്തിക്കേണ്ടി വന്നില്ല. കാരണം എൻ്റെ മാതാവ് തന്നെ ചോദിപ്പിച്ച ഒരു ചോദ്യമാണ്. കാരണം ഞാൻ പറഞ്ഞു ഒരു വരുമാനവും ഇല്ല, അത് 25,000 രൂപ ആ ഒരു ഓഫർ ലെറ്റർ തന്ന് ഞാൻ പറഞ്ഞു യെസ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എനിക്കൊരു വരുമാനമായി, എനിക്കൊരു ജോലിയായി. അപ്പം ആ വഴിക്ക് ഞാനിങ്ങനെ പ്രോസസ്സിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ എംപ്ലോയർ ഇൻ്റർവ്യൂ ഒക്കെ എനിക്ക് അധികം താമസിക്കാതെ അവിടെ എനിക്ക് കിട്ടി. അപ്പോഴും സൈഡ് ബൈ സൈഡായിട്ട് ഇവിടെ പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. ഒന്നും ആയില്ല എന്നും ചോദിക്കുമ്പം പറയുന്ന അടുത്ത വെള്ളിയാഴ്ച വരും. അതുപോലെ ചിലപ്പം പറയും ഉർലോബ് വെക്കേഷൻ ആണെന്ന് പറയും. അപ്പം മുറയ്ക്ക് അവിടെയും പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഈ സൈഡ് ബൈ സൈഡായിട്ട് പുതിയ ഈ പ്രോസസ്സിങ് കൂടെ നടക്കുമ്പോഴത്തേക്ക് ഒരു ദിവസം ഇതുപോലെ ഞാൻ ചോദിച്ചു, ഇതുപോലെ എന്തായി പ്രോസസ്സിങ്? അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു ഇൻ്റർവ്യൂ അവരെനിക്ക് അറേഞ്ച് ചെയ്തു തന്നു. അങ്ങനെ അതിലും ഞാൻ പാസ്സായി. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം എന്നോളം ട്രാൻസ്ലേഷൻ അറ്റസ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊസീജിയറുണ്ട്. അതിന് ഞാൻ എൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അയച്ച് ജർമ്മനിയിലോട്ട് പുതിയ ഏജൻസിക്കാർ പറഞ്ഞത് വെച്ചിട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഞാൻ അമ്മ പറയുന്നതനുസരിച്ച് ഞാൻ ആ ഫ്ലോയ്ക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എനിക്കറിയത്തില്ല എൻ്റെ ലൈഫ് എങ്ങോട്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ആദ്യം കൊടുത്ത അപ്പോഴത്തേക്ക് 1 കൊല്ലത്തോളമായി എൻ്റെ ആദ്യത്തെ ഏജൻസിയിൽ പ്രോസസ്സിങ് നടക്കാൻ തുടങ്ങിയിട്ട്. അവിടുന്ന് ഇത്രയും കാത്തിരുന്ന ബഷീഡ് വന്നു എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കവിടെ ഒറിജിനൽ സബ്മിറ്റ് ബാക്കി പ്രോസസ്സിങ്ങിന് വേണ്ടി സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം രണ്ടാമത്തെ ഏജൻസിയിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് കൊണ്ട് എൻ്റെ സർട്ടിഫിക്കറ്റ്സ്
ജർമ്മനിയിലാണ്. ഓക്കെ, അപ്പം ഇതുപോലെ ഞാൻ പറഞ്ഞു ഞാൻ ക്വിറ്റ് ചെയ്യുവാണ്. എന്നാലും എനിക്കൊരു സംശയമുണ്ട്, അവിടെ ഞാൻ അത്രയും കാത്തിരുന്നിട്ടും എനിക്ക് കിട്ടിയില്ല. ഇപ്പോൾ ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് അവിടെ ആയതുകൊണ്ടാണ് എനിക്കത് കൊടുക്കാൻ പറ്റാതിരുന്നത്. അതിനോടൊപ്പം തന്നെ ഞാൻ എൻ്റെ B2 എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. B2 എക്സാമും ഞാൻ പാസ്ഡായി. അത് ഞാൻ പറയുവാണെങ്കിൽ എൻ്റെ B2ൻ്റെ റിസൾട്ട് വരുന്നത് വെറും 15 ദിവസം കൊണ്ടാണ്. 15 ദിവസം കൊണ്ട്, സാധാരണ ഒരു 30 ദിവസമൊക്കെ എടുക്കുന്നത്, 15 ദിവസം കൊണ്ട് എൻ്റെ റിസൾട്ട് വന്നത്. അത് ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി പുതുക്കാനായിട്ട് ഒരു ദിവസം വരുമ്പോഴാണ് വെളുപ്പിനെ ഞാൻ എൻ്റെ റിസൾട്ട് കാണുന്നത്. അതും എല്ലാം എനിക്ക് അത്ഭുതങ്ങൾ സംഭവിക്കുന്ന എല്ലാം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ തന്നെയാണ്. അതൊരു മാതാവിൻ്റെ ഒരു അനുഗ്രഹം എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം റിസൾട്ട് വന്നു. പിന്നെ അവിടെ നിന്നുണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് എനിക്ക്, അത് ഞാൻ പറഞ്ഞത് മാജിക്കാണ്. കാരണം എൻ്റെ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെ ബഷീർഡ് പേപ്പർ വന്നു. പിന്നെ പ്രീ അപ്രൂവൽ എന്ന് പറയുന്നൊരു പ്രൊസീജിയർ ഉണ്ടായിരുന്നു. അതിന് 1 മാസത്തോളമാണ് സമയമെടുക്കുന്നത്. പക്ഷേ നമ്മൾ പറയുമല്ലോ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എനിക്കറിയാം അത് ഈശോപ്പൻ്റെ എൻ്റെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് 1 മാസം കൊണ്ട് വരേണ്ട പ്രീ അപ്രൂവൽ തന്നെ എനിക്ക് ഒരാഴ്ച കൊണ്ടാണ് കിട്ടിയത്. അതിനുശേഷം എൻ്റെ VFS അപ്പോയിൻമെൻറ്റ് ഈ ഡിസംബർ 11-ാം തീയതി ആയിരുന്നു. അതും എനിക്ക് ഏജൻസിക്കാർ VFSന് പോകുമ്പോൾ പറഞ്ഞിരുന്നത് എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് ട്രാവൽ 26 എന്ന് എഴുതണമെന്നായിരുന്നു. ഞാൻ അതുപോലെ തന്നെ എഴുതിയത്. VFSൽ ചെന്നപ്പോഴത്തേക്ക് അവരെന്നോട് പറഞ്ഞു, സാറ് ഇത് 26 എഴുതി കഴിഞ്ഞാൽ പറ്റത്തില്ല, കാരണം 26-ന് നിൻ്റെ വിസ പോലെ നിൻ്റെ കയ്യിൽ കിട്ടത്തില്ല, ഡേറ്റ് മാറ്റണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഡേറ്റ് മാറ്റി ഒരു ജനുവരി 15-ലേക്കൊക്കെ ആക്കി. എന്നാലും എനിക്കറിയാം എനിക്ക് ഇത്രയും ഫാസ്റ്റായിട്ട് ചെയ്ത് തന്നെ എൻ്റെ മാതാവ് അതും എനിക്ക് പെട്ടെന്ന് തന്നെ കയ്യിൽ തരുമെന്ന് അറിയായിരുന്നു. അങ്ങനെ 11-ാം തീയതി ഞാൻ VFSൽ വെച്ചത് എനിക്ക് എൻ്റെ പാസ്പോർട്ട് വിസയോടുകൂടി കൈ കിട്ടിയത് 17-ാം തീയതി ആയിരുന്നു. ഒരാഴ്ച തന്നെ എടുത്തുള്ളൂ. അപ്പം എനിക്കത് കിട്ടിയപ്പോഴും എനിക്ക് ഉള്ളിൽ പേടിയൊന്നുമില്ല. അതായത് എനിക്കിതിനകത്ത് എൻ്റെ വിസ അപ്രൂവ്ഡ് ആണെന്ന് എനിക്ക് അറിയാം. കാരണം എൻ്റെ മാതാവിൻ്റെ കൂടെ ഉണ്ട്, ഈശോപ്പനുണ്ട്. അപ്പം എനിക്ക് എന്താണെങ്കിലും അത് അപ്രൂവ്ഡ് ആണെന്ന് അറിയാം. എന്നാലും എൻ്റെ അനിയത്തി പറഞ്ഞു, ചേച്ചി നമുക്കിത് അടുത്തൊരു പള്ളിയുണ്ട്, നമ്മളിതുവരെ പോയിട്ടില്ലാത്ത പള്ളിയാണ്, അപ്പം അവിടെ ഒന്ന് പോകാം, അവിടെ നമുക്ക് പോയിട്ട് നമുക്ക് അവിടെ വെച്ച് തുറന്നു വെച്ചാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്ക് 2 സൈഡിലും മംഗളവാർത്ത എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പള്ളിയിലോട്ട് കയറുമ്പോഴത്തേക്ക്. അപ്പോഴും എനിക്കറിയാം എൻ്റെ ഈ പാസ്പോർട്ടിനകത്തുള്ളതൊരു മംഗളവാർത്തയായിരിക്കും. അപ്പം ഞങ്ങൾ ഓപ്പൺ ചെയ്തു, പാസ്പോർട്ട് അപ്രൂവ്ഡ് ആണ്. അപ്പം എനിക്ക് പറയാനായിട്ടുള്ളത് ഇതാണ്, അതായത് ഒത്തിരി പള്ളികൾ കേട്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു എന്തിനാ ജർമ്മൻ എടുത്തത് എന്നൊക്കെ ചോദിച്ചാൽ ഒത്തിരി ചോദ്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാലും ഞാൻ പറയുവാണ്, വൺസ് നമ്മൾ അമ്മ മാതാവിൻ്റെ മുമ്പിൽ നമ്മൾ ഒന്ന് മുട്ടുകുത്തി കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ മാതാവ് നോക്കിക്കോളും. അന്ന് എൻ്റെ ആ സർട്ടിഫിക്കറ്റ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ആ 3 ലക്ഷം കൊടുത്ത് ആംബുലൻറ്റ് ഫ്ലീഗയ്ക്ക് ചിലപ്പോൾ ഒരുപക്ഷെ കയറി പോയേനെയായിരുന്നു. പക്ഷെ അമ്മ മാതാവിനറിയാം എന്താണ് നല്ല കാര്യം, അത് നമ്മളിലേക്ക് എപ്പോഴാണ് നന്നായിട്ട് എത്തിച്ചു തരേണ്ടതെന്ന് ശരിക്കും പറഞ്ഞാൽ മാതാവിന് നന്നായിട്ട് അറിയാം. അപ്പം ഇപ്പം ഞാൻ പോകുന്നത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടാണ് ഞാൻ പോകുന്നത്. എനിക്ക് 1 രൂപ പോലും അമ്മ മാതാവിൻ്റെ ഈശോപ്പയുടെ അനുഗ്രഹത്തിൽ എനിക്ക് മുടക്കേണ്ട ഒരു നല്ലൊരു ഹോസ്പിറ്റലിലോട്ട് തന്നെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ പാസ്പോർട്ട് ഞാനിവിടെ അമ്മ മാതാവിന് ഈശോപ്പനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ വിസ. ഇതെൻ്റെ വിസയാണ് അപ്രൂവ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് ടിക്കറ്റ് വരാനായിട്ടുള്ളതാണ്. അത് ഈ മോസ്റ്റ് പ്രോബബ്ലി ഒരു 2 വീക്സിൽ തന്നെ വരുമെന്നാണ് ഈ പുതിയൊരു ഏജൻസി പറഞ്ഞിരിക്കുന്നത്. ഈശോപ്പയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. പിന്നെ ഇതെൻ്റെ അനിയത്തിയാണ്, അവൾക്കൊരു സാക്ഷിയുണ്ട്, അത് അവൾ തന്നെ പറയും. എൻ്റെ പേര് അഞ്ജുമോള്. ഞാൻ 4th ഇയർ BSc നഴ്സിംഗ് പഠിക്കുകയാണ്. ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് ചേച്ചി എടുത്തതിന് ശേഷമാണ്. അത് മെയ് 10, 2025 ഞാൻ എടുക്കുന്നത്. അതെന്താ വെച്ചാൽ ഞാൻ 6th സെമസ്റ്റർ എഴുതി നിൽക്കുമായിരുന്നു. ആ സമയം ഞാൻ 2 സബ്ജക്റ്റിന് ഫെയിലായി. അത് ഞങ്ങൾ ആദ്യത്തെ സെമസ്റ്റർ ബാച്ച് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാം ഉണ്ടാവില്ല. അങ്ങനെ ആകുമ്പോൾ എൻ്റെ ഒരു 1 ഇയർ പോകും. 1 ഇയർ പോകാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഗ്രാജുവേഷൻ കൂടാൻ പറ്റില്ല. എൻ്റെ ഒരു 1 ഇയർ ഫുള്ളായിട്ട് പോവുക. പിന്നെ എനിക്ക് ജൂനിയേഴ്സിൻ്റെ കൂടെ എഴുതാൻ പറ്റുള്ളൂ. പിന്നെ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊന്നപ്പം കൊറോണ കഴിഞ്ഞ ബാച്ചും കൂടെ ആയതുകൊണ്ട് കുറേ ലാഗായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഈ 1 ഇയറും കൂടെ പോകാമെന്ന് പറഞ്ഞാൽ എൻ്റെ കുറേ ആ ഒരു ഇത് പോകും. അങ്ങനെ അപ്പോൾ ചേച്ചി പറഞ്ഞു, ഇല്ല അമ്മ മാതാവ് ഒരു വഴി കാണിച്ചു തരും, പേടിക്കണ്ട. അങ്ങനെ പറഞ്ഞ് എനിക്ക് ഇതുവരെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി അങ്ങനെ ഒരു സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാം വെച്ചിട്ടില്ല. അതങ്ങനെ വെച്ചു. ഞങ്ങൾ എന്നിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് എൻ്റെ എക്സാമായി. അപ്പം എനിക്കങ്ങനെ പ്രാർത്ഥിക്കാൻ അറിയില്ല. അപ്പം ഞാനിങ്ങനെ ധ്യാനമൊക്കെ കേൾക്കും. അപ്പോൾ അച്ഛൻ്റെ ഇങ്ങനെ ധ്യാനമൊക്കെ കേട്ടിട്ട് ഞാൻ രാവിലെ പ്രാർത്ഥിക്കാറ് ഇങ്ങനെയാണ്. എനിക്കറിയില്ല അങ്ങനെയാണോ പ്രാർത്ഥിക്കേണ്ടത് പോലും അറിയില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാറ് ഇങ്ങനെയാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ തിരുമുകാരനോട് പറഞ്ഞ് വെള്ളം വീഞ്ഞാക്കി കൊടുത്ത പോലെ ഞാൻ അമ്മേനെ ഏൽപ്പിച്ച നിയോഗങ്ങൾ അമ്മയുടെ തിരുമുകാരൻ വരി എനിക്ക് സഹായിച്ചു തരണമെന്നാണ് ഞാൻ അമ്മയോട് പറഞ്ഞത്. കാരണം എൻ്റെ 1 കൊല്ലം പോവാ എനിക്കത് ഒട്ടും ഞാൻ ഭയങ്കര ഒരു
ഒന്നും ചിരിക്കുകയോ ഒന്നുമില്ലായിരുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും നീ എന്താ ചിരിക്കാത്തേ, കാരണം ഞാൻ ഒട്ടും ഭയങ്കര ഡിപ്രഷനിലോട്ട് പോവായിരുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ പോണു, ഞാൻ മാത്രം അങ്ങനെ നിൽക്കണു. അങ്ങനെ എൻ്റെ എക്സാം വന്നു. രണ്ടെണ്ണമായിരുന്നു. എനിക്ക് ചൈൽഡും മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ സബ്ജക്ട്സ് ആയിരുന്നു. ചൈൽഡ് കുഴപ്പമുണ്ടായിരുന്നില്ല, അമ്മയുടെ റിങ് കൊണ്ട് അത് കഴിഞ്ഞു. പക്ഷേ മാനേജ്മെൻറ്റ് എനിക്ക് ഭയങ്കര പാടായിരുന്നു. എനിക്കത് ഏറ്റവും ടഫായിരുന്നു. ആദ്യത്തെ ഇതിലും എനിക്ക് ടഫായിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ എക്സാം വന്ന് ഞാൻ ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചാണ് ഞാൻ കയറിയത്. അപ്പോൾ എനിക്ക് ഞാൻ കൊന്തയും കാശുരൂപമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു, ഇനിയിപ്പം എക്സാം ഹാളിൽ അത് കയറ്റാൻ പറ്റില്ലേ. ഇനിയിപ്പം ഞാനപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മ ഇനിയിപ്പോൾ അത് കയറ്റാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ഞാൻ തോറ്റു പോകുന്നതായിരിക്കും ഞാൻ വിചാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കയറാൻ നേരത്ത് എനിക്ക് കൊന്തയും കാശുരൂപമൊക്കെ കയറ്റാൻ പറ്റി. ഞാൻ അങ്ങനെ ഹാളിലിരുന്നു. അതിന് മുമ്പ് ഞാൻ അമ്മയോട് ഒരു ദിവസം പറഞ്ഞായിരുന്നു, ഞാനിങ്ങനെ സാക്ഷ്യത്തിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു, ചിലവർ എക്സാം എഴുതാൻ പോകുമ്പോൾ ഇങ്ങനെ പറയും, അമ്മ ഇങ്ങനെ ഇൻഡിവിജ്വലായിട്ട് ഈ കളറിലെ ഡ്രസ്സ് ഇട്ട് വരുവാണെങ്കിൽ അമ്മ അവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കും. അപ്പം ഞാനും അങ്ങനെ അമ്മയോട് ഒരു ദിവസം പറഞ്ഞ് അമ്മയുടെ കളറായ പച്ച, നീല, പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു അമ്മയെ വെള്ള, അങ്ങനെ ഏതെങ്കിലും ഒരു കളറിലെ ഡ്രസ്സ് ഇട്ട് ഇൻഡിവിജ്വലായിട്ട് ഡ്രസ്സ് വരുവാണെങ്കിൽ ഞാൻ അമ്മ അവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നു ഇരുന്നു. അങ്ങനെ കളറിൽ ആരും വന്നില്ല. അപ്പോൾ ഞാൻ ഓർത്തു അമ്മ ആരും ഇല്ലേ എന്നിങ്ങനെ വിചാരിച്ചു. അങ്ങനെ എൻ്റെ ബുക്ക്ലെറ്റ് എനിക്ക് കിട്ടി. ബുക്ക്ലെറ്റ് കിട്ടിയപ്പോൾ അതിൽ ഞാൻ കണ്ടത് ആ നൂൽ, അതിൽ സ്റ്റിച്ച് ചെയ്ത നൂലുണ്ട്. ആ നൂലിൻ്റെ കളർ പച്ചയാണ്. പക്ഷേ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര, കാരണം എനിക്ക് അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സാമാണ് മാനേജ്മെൻറ്റ്. എന്നെക്കൊണ്ട് എനിക്ക് പറ്റുമോ എനിക്കറിയില്ലായിരുന്നു, കാരണം എൻ്റെ മെറിറ്റ് കൊണ്ട് എനിക്കത് പറ്റില്ല. അപ്പം ഞാനങ്ങനെ പറഞ്ഞു അമ്മ എന്തെങ്കിലും ഒരു കളർ കാണിക്കാം. ഞാൻ നോക്കിയപ്പോൾ ആ നൂലിന് പച്ച നിറം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി, സന്തോഷമായി, അമ്മ എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ ജയിക്കും. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ ഞാൻ കരഞ്ഞു. കാരണം എനിക്ക് അയ്യോ ഇതിലും നല്ലത് ആദ്യത്തെ എക്സാം ആയിരുന്നെന്ന് എനിക്ക് തോന്നിപ്പോയി. ഞാൻ പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. 3 മണിക്കൂർ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പിന്നെ അമ്മേനെ പ്രാർത്ഥിച്ച് എക്സാം എഴുതാൻ തുടങ്ങി. എക്സാം എഴുതി അങ്ങനെ ഇറങ്ങിയപ്പം എല്ലാവരും പറഞ്ഞു ഇല്ലടെ പോകും. എഴുതി കുറച്ച് പേരുണ്ടായിരുന്നു, ഞങ്ങളുടെ കൂട്ടത്തിൽ കുറേയേറെ പേരുണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞു ഇല്ലടെ ഇത് പോകും എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും എൻ്റെ കൂട്ടത്തിൽ ഒരു കൊച്ചു പറഞ്ഞു ഇല്ലടെ നീ അമ്മേനെ വിശ്വസിക്കുന്നതല്ലേ, നീ പേടിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ റിസൾട്ട് വന്നപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷ, ഞാൻ ഓർത്ത് പോവായിരിക്കും. പക്ഷെ എനിക്ക് ആ 2 വിഷയവും കിട്ടി. എൻ്റെ കൂട്ടത്തിൽ ആകെ 3-4 പേർക്ക് മാത്രമേ ഉള്ളൂ അന്ന് കിട്ടിയുള്ളൂ. അതിൽ ഞാനും ഒരാളായി. എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം ഞാനന്ന് എല്ലാവരോടും എന്നെക്കൊണ്ട് പറ്റുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു കഴിവ് കൊണ്ടല്ല, അമ്മയുടെ കൃപയാ മാത്രമാണ്. അമ്മ ഈശോപ്പോട് പറഞ്ഞാണ് എനിക്കിത് കിട്ടിയത്, അല്ലെ എൻ്റെ ഒരു ഇതുകൊണ്ടേ അല്ല അത് കിട്ടിയത്. അങ്ങനെ എന്നിട്ട് അതിനുശേഷം ഞാൻ ആ എക്സാം കഴിഞ്ഞു. അതിന് എനിക്ക് മാനേജ്മെൻ്റ് ആയിരുന്നല്ലോ ഏറ്റവും പാട്. അത് എനിക്ക് കിട്ടിയ മാർക്ക് 47. എനിക്ക് കിട്ടേണ്ട മാർക്ക്, ശരിക്കും ജയിക്കേണ്ട മാർക്ക് 37.5 എനിക്ക് കിട്ടിയത് 47. അപ്പോൾ എനിക്ക് കിട്ടിയപ്പോൾ പെട്ടെന്നൊരു ഇത് തോന്നിയെന്ന് വെച്ചാൽ ഞാനൊരു സാക്ഷ്യം കേട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു കുട്ടി ഇവിടെ വന്ന് നേഴ്സിങ്ങിൻ്റെ കാര്യം പറയുന്നത്, തോറ്റു പോകുമെന്ന് വിചാരിച്ച വിഷയം അമ്മ 47 മാർക്ക് കൊടുത്ത് ആ കുട്ടിക്കും ജയിച്ചെന്ന് കേട്ടപ്പോൾ ഞാൻ ഓർത്തു അയ്യോ ആ കുട്ടിക്ക് 47 എനിക്കും 47. എനിക്കത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിരുന്നു. അതുപോലെ തന്നെ ചേച്ചി ആദ്യം ഉടമ്പടി എടുത്തപ്പം എനിക്ക് കമ്മ്യൂണിറ്റിയുടെ ഒരു എക്സാം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അന്ന് എനിക്ക് നന്നായിട്ട് ടെൻഷനായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് ഞാൻ ചേച്ചിയോട് പറഞ്ഞു എനിക്ക് പറ്റില്ല, ഞാൻ തോറ്റു പോവായിരിക്കും എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ചിലപ്പോൾ ചേച്ചി വെച്ചിട്ടുണ്ടായിരുന്നു ഉടമ്പടിയിൽ. അതിന് എനിക്ക് കിട്ടിയ മാർക്ക് 47. പിന്നെ അത് കഴിഞ്ഞു 7th സെം കിട്ടിയാലേ ഉണ്ടായിരുന്നു എനിക്ക് ഇത് 6th സെം കിട്ടിയാലേ എനിക്ക് 7th സെം എഴുതാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എൻ്റെ 7th സെം എനിക്ക് എഴുതാനുള്ള അനുഗ്രഹം അമ്മ തന്നു. അതെനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അമ്മയ്ക്കും തിരുമാറിനോടും. അങ്ങനെ ആ എക്സാമും കഴിഞ്ഞു. എനിക്ക് ആദ്യമായിട്ടാണ് ഇനി എനിക്ക് ഒരു സെമ്മും കൂടെ ആണുള്ളത്, 8ാമത്തെ സെം. അതിൽ ഞങ്ങളുടെ സിലബസ് വെച്ച് ഞങ്ങൾക്ക് തിയറി ഇല്ല, പ്രാക്ടിക്കൽ മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞു ഇതിന് ഫെയിലായ 8ാമത്തെ എഴുതാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഈ നേഴ്സിംഗ് കരിയറിൽ ഈ സ്റ്റുഡൻ്റ് ഈ കരിയറിൽ ഞാൻ ആദ്യമായിട്ടാണ് എക്സാം എഴുതിയപ്പം ലാസ്റ്റത്തെ എൻ്റെ 3ാമത്തെ എക്സാം എഴുതുന്ന സമയത്ത് OBJ ആയിരുന്നു. അപ്പം ഞാൻ കമ്മ്യൂണിറ്റി അപ്പം ഞാൻ എന്ത് ചെയ്തു, ലാസ്റ്റ് ആദ്യമായിട്ടാണ് ഒരു എക്സാം എഴുതുന്നതിന് മുമ്പ് ഇന്നും ഞാൻ പ്രാർത്ഥിക്കും, പക്ഷെ ഒരു ടെൻഷൻ അടിക്കാതെ എനിക്ക് എഴുതാൻ പറ്റി. ലാസ്റ്റ് എക്സാം ആയപ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ പേപ്പർ വെച്ചത്. സാധാരണ എല്ലാ എക്സാമും കഴിയുമ്പോഴും ഞാനിങ്ങനെ ടെൻഷനായിട്ട് എനിക്ക് പേപ്പർ പെട്ടെന്ന് കൊടുക്കുകയാണ് ചെയ്യാറ്. എനിക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ശരിയാണോ എന്ന് പോലും എനിക്ക് നോക്കാനുള്ള ടൈം കിട്ടാറില്ല. ഇത് ലാസ്റ്റ് ഞാൻ എല്ലാം പ്രാർത്ഥിച്ച് ടൈം എടുത്ത് എനിക്ക് ആൻസറും എല്ലാം നന്നായിട്ട് നോക്കി കൊടുക്കാൻ പറ്റിയപ്പോൾ തന്നെ ഞാനിങ്ങനെ വിശ്വസിച്ചു ഇത് ഞാൻ ജയിക്കുമായിരിക്കും. കാരണം എനിക്ക് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊടുക്കാനുള്ള ടൈം എനിക്ക് കിട്ടി. അതുകൊണ്ട് ലാസ്റ്റ് തിയറി എക്സാമിന് എനിക്കങ്ങനെ കൊടുക്കാൻ പറ്റിയപ്പോൾ തന്നെ ഞാൻ ഉറച്ചു വിശ്വസിച്ചു അമ്മ എന്നെ ജയിപ്പിക്കും. അന്നെൻ്റെ റിസൾട്ട് വന്നു. കുറച്ച് നാൾ കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞാണ് എൻ്റെ റിസൾട്ട് വന്നത്. എൻ്റെ 3ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോഴാണ് എനിക്ക് റിസൾട്ട് വരുന്നത്. അത് എനിക്ക് വന്നത് ചൊവ്വാഴ്ചയാണ്. എനിക്ക് മിക്ക അനുഗ്രഹങ്ങളും കിട്ടിയിരിക്കുന്നത് അമ്മയുടെ കിട്ടിയത് ചൊവ്വാഴ്ചകളിലാണ്. ആദ്യത്തെ എൻ്റെ ഇങ്ങനെ പോകുമെന്ന് വിചാരിച്ചത് റിസൾട്ട് കിട്ടിയതും ചൊവ്വാഴ്ചയായിരുന്നു. അപ്പോൾ എനിക്കൊരു ഭയങ്കര അനുഗ്രഹമാണ്. പിന്നെ ഞാൻ ചേച്ചിയുടേതും വെച്ചിട്ടുണ്ടായിരുന്നു.
ഉടമ്പടിയിൽ ചേച്ചി BTS പാസ്സാവണോ, എത്രയും വേഗം ജർമ്മനിയിൽ എത്താൻ പറ്റണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതും അമ്മ തന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ചേച്ചിക്ക് ട്യൂട്ടറായിട്ട് ഞങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തതല്ല അങ്ങനെ കിട്ടുമെന്ന്. അത് കിട്ടിയപ്പോൾ തന്നെ ഞങ്ങളുടെ വീട്ടിൽ കുറേ മാറ്റങ്ങളുണ്ടായി. ഞങ്ങൾക്ക് കുറേ കഷ്ടപ്പാടുണ്ടായിരുന്നു, അതെല്ലാം മാറി. ഞങ്ങൾക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റി. ഇപ്പോൾ എന്താ ഞങ്ങൾ ഓരോന്ന് പെട്ടെന്നായിരുന്നു വാങ്ങിയത്. ചേച്ചിയുടെ ഫോണ്, ഡൈനിങ് ടേബിൾ, ഫ്രിഡ്ജ്, ഇൻവേർട്ടർ, അങ്ങനെ ഞങ്ങൾക്ക് എല്ലാം ഞങ്ങൾക്ക് പെട്ടെന്ന് വാങ്ങാൻ പറ്റി. കാരണം ഞങ്ങൾക്ക് അതൊരു ഭയങ്കര അനുഗ്രഹമാണ്. ഒന്നും ഇല്ലാത്തിടത്തു നിന്ന് അങ്ങനെ ഒരു പെട്ടെന്നൊരു ചേച്ചിക്ക് അത്രയും കഷ്ടതയിൽ നിന്ന് കടന്നിടത്തു നിന്നൊരു ജോലി കിട്ടി, അത്രയൊക്കെ വാങ്ങുക എന്ന് പറയുമ്പം അത് അമ്മയുടെ തിരുമാറിന് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്ക് തിരുമാറിന് ഒരുപാട് നന്ദി. അപ്പോൾ ഇനിയും ഞങ്ങൾ ഉടമ്പടി തുടരുവാൻ തന്നെയാണ്. ഞാൻ ശരിക്കും ആദ്യത്തെ ഉടമ്പടി എടുത്തിട്ട് നിർത്താൻ അങ്ങനെയാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ എനിക്ക് ഓരോ ഉടമ്പടി പുതുക്കുന്നതിന് തൊട്ടും അമ്മ ഞങ്ങൾക്ക് 2 പേർക്കും ഞങ്ങളുടെ കുടുംബത്തിനും അനുഗ്രഹങ്ങളാണ് തരുന്നത്. അപ്പം ഞങ്ങൾക്ക് ഒരിക്കലും അമ്മേനെ അത് ഉടമ്പടിയിൽ നിന്ന് മാറാൻ പറ്റില്ല. ഞങ്ങൾ ഉടമ്പടിയിൽ തന്നെ നിൽക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈശോയ്ക്കും അമ്മയ്ക്ക് തിരുമാറിനും ഒരുപാട് നന്ദി. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായം 20-21 തിരുവചനങ്ങൾ. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. ഇവിടെ ശില്പയും അഞ്ജുവും 2 സഹോദരിമാർ തങ്ങളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഇവിടെ ഏറ്റുപറഞ്ഞത്. ഇവർക്കൊന്നു മാത്രമേ പറയാനുള്ളൂ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി ഇവരുടെ ജീവിതത്തിൽ ലഭിച്ച വലിയ അത്ഭുതങ്ങളെക്കുറിച്ചാണ് ഇവർ ഇവിടെ നമ്മോട് ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നത്. ശില്പ വളരെ അയോഗ്യതകളുടെ കണക്കുകളാണ് എപ്പോഴും ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്കറിയാം ഇപ്പോഴത്തെ യൂത്ത് അട്രാക്ഷനിലേക്ക് കടന്നുപോയി എല്ലാം പോസിറ്റീവെന്ന് പ്രാർത്ഥിച്ച് ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് ഈശോയ്ക്ക് എല്ലാ അയോഗ്യതകളെയും സമർപ്പിച്ചിട്ടാണ് വലിയ കൃപകളും അനുഗ്രഹങ്ങളും ഈ മക്കൾക്ക് ലഭിച്ചിരിക്കുന്നത്. എല്ലാം 1 മാർക്കിന് നഷ്ടപ്പെട്ടിരുന്ന ശില്പ വളരെയധികം എല്ലാ അയോഗ്യതകളെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈ മകൾക്ക് ലഭിച്ചത് വലിയ ലാഗ് ചെയ്തുകൊണ്ടിരുന്ന ആ ഉടമ്പടി പ്രാർത്ഥന, അവരുടെ അനുഗ്രഹങ്ങൾ ഒറ്റയടിക്ക് ഒരു ട്യൂട്ടറാകുവാനും ജർമ്മൻ ടീച്ചറാകുവാനും അതുപോലെ തന്നെ അവർക്ക് വിസയും ടിക്കറ്റുമെല്ലാം ഫ്രീ ആയി ജർമ്മനിയിലേക്ക് പോകാനുമുള്ളൊരു വലിയ അനുഗ്രഹം. ഇവരുടെ കുടുംബം തന്നെ വളരെ സന്തോഷത്തിലാണ്. ഇവർക്ക് ഒരു ചെറിയ ജോലി കിട്ടിയത് മൂലം വീട്ടിലും കുടുംബത്തിലും ഉണ്ടായ പരസ്പര സ്നേഹവും ബഹുമാനവും, കുടുംബത്തിൽ ഒരുപാട് വസ്തുക്കൾ ഇവർക്ക് പുതിയതായി വാങ്ങാൻ സാധിച്ചതിൻ്റെ സന്തോഷവും, അതുപോലെ തന്നെ അഞ്ജുവിനും വലിയ സന്തോഷത്തോടു കൂടി വളരെ ദാവീദ് നൃത്തം വയ്ക്കുന്നത് പോലെയാണ് വളരെ ഇവർ കുടുംബം മുഴുവൻ ഇവിടെ വന്ന് വളരെ സന്തോഷത്തോടുകൂടി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നത്. നമുക്കറിയാം ബിഗ് സീറോ എന്ന് നാം പരിശുദ്ധ അമ്മയെ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന ഒരു പ്രസ്താവന നാം നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് പരിശുദ്ധ അമ്മയെ പോലെ വലിയ സ്തോത്രഗീതം പാടാനായിട്ട് സാധിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു എന്ന് നമുക്ക് വളരെയധികം നന്ദിയോടെ ഓർത്ത് പാടുവാനായി സാധിക്കും. സമറിയാക്കാരി സ്ത്രീ ഒഴിഞ്ഞ കുടം വെച്ച് ഈശോയോട് പറഞ്ഞതുപോലെ ആ ജീവജലം എനിക്ക് നൽകുക, ഞാൻ ഇനി ഇവിടെ ഒരിക്കലും വെള്ളം കോരാൻ വരണ്ടല്ലോ. ജീവജലം നമുക്ക് എപ്പോഴും കൊതി തീരാതെ കുടിക്കുവാനുള്ള ഒരു പ്രാർത്ഥനയാണ് ഉടമ്പടി. നമുക്കത് ദാഹം തീർക്കാതെ നമുക്ക് കുടിച്ചുകൊണ്ടേയിരിക്കാം. ഈശോയെ നമ്മെപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കാം. ഇവരിപ്പോൾ ചെയ്യുന്നത് അതുതന്നെയാണ്. ഇവരുടെ കാരുണ്യപ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവും അതുതന്നെയാണ്. ഇവർ ഈശോയെ സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഈശോ ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ എന്നിൽ നിന്ന് കുടിക്കുന്നവൻ തന്നെ കുടിക്കുക എന്ന് പറഞ്ഞവൻ തന്നെ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ 2 അർത്ഥവും ഇവരിപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് വിസ പ്രോസസ്സിങ്ങിൽ ബുദ്ധിമുട്ടുന്ന എല്ലാ മക്കൾക്കും ജോലിയില്ലാത്ത എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി നന്ദിയോടെ ഈ സാക്ഷ്യം